And I have to tell you that maybe some kind of different thoughts you'll get. Maybe the last session could be a different thoughts. കാരണം എ ഐ എന്നുള്ള സംഗതി നമ്മൾ വിചാരിക്കുന്ന പോലെ നിഷ്കളങ്കനായിട്ട് നമ്മൾ കരുതരുത്. കാരണം എ ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കുന്നത് ഒരു ഇൻ്റലിജൻസ് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഹ്യൂമൻ ഇൻ്റലിജൻസ്. രണ്ടുപേരും ട്രൈ ചെയ്യുന്നത് ഒരേ ലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം കോൺഫ്ലിക്റ്റുകൾ ഈ എ ഐയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഉണ്ടാകും എന്നുള്ളത് വളരെ ക്ലിയറാണ്. കാരണം ഇൻ്റലക്ച്വൽ ഫോർമേഷൻ ഹാസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദാറ്റ് ദർ ഈസ് എ ഐ. ഞാൻ കഴിഞ്ഞ പ്രഭാഷണങ്ങൾ കേൾക്കുമായിരുന്നു കുറച്ച്. പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ എ ഐ ഇല്ല എന്നുള്ള ധാരണയിലാണ് പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഞാൻ ആ സൈറ്റേഷൻ്റെ കാര്യം തന്നെ എടുക്കുമായിരുന്നു. ഞാൻ ലാസ്റ്റ് APA സ്റ്റൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ChatGPT gives perfect citation, so there's no question of learning that again. So we have to take into account what is really happening in this world. അതല്ലെങ്കിൽ നമ്മൾ അതർ വേൾഡിലെ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും പിള്ളേർക്ക് കൊടുക്കുക. ദാറ്റ് വിൽ നോട്ട് ബി സഫിഷ്യൻറ്റ്. ദാറ്റ്സ് മൈ മെസ്സേജ്. ഇറ്റ്സ് പാർട്ടിംഗ് മെസ്സേജ്, ബട്ട് ഇറ്റ് കുഡ് ബി a message which could pain us, because we painfully be aware that what we give, what we do may not be sufficient for the non-digital natives. I call AI natives, because the students which who we train, അവരിതിൽ ജനിച്ച് വീഴുന്നവരാണ്. അവർക്ക് നമ്മളെക്കാൾ ഇതിൽ വൈഭവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോഴും ഡിജിറ്റൽ മൈഗ്രൻസ് ആയിരുന്നു, ഇപ്പോൾ AI മൈഗ്രൻസും ആയിട്ട് തന്നെയാണ് തുടരുക നമ്മൾ. പക്ഷെ അവരെ സംബന്ധിച്ചോളം നമ്മൾ ചീറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അവരെ ട്രെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയമാണ് അവസാനമായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് സമീപകാലത്തുള്ള ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു ജോലിയുടെ ഏതെല്ലാം ജോലികളാണ് AI ആക്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണത്. അവിടെ പറയുന്നതിന് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടൊക്കെ ഏതാണ്ട് 46% വരെ AI ടൂൾസ് ചെയ്യും. ലീഗൽ സർവീസസ് നമുക്കറിയാം, നമ്മുടെ കോടതികളൊക്കെയും AI ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വക്കീൽമാരൊക്കെ കേസൊക്കെ പഠിക്കുന്നത് ഈ പഴയതുപോലെയൊന്നുമല്ല, കേസ് കിട്ടുള്ളതല്ല, അത് AIക്ക് കൊടുക്കുക ചെയ്യുന്നത്. 44% വരെ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം AI ഈസ് ഗ്രോയിങ്. അപ്പോൾ AI 2023 ഒരു എസ്റ്റിമേറ്റാണ് പറയുന്നത്. 24 ഇതിൽ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇൻ്റലക്ച്വൽ ഫോർമേഷൻ്റെ പല മേഖലകളിലേക്കും AI കടന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുക, വളരെ ശക്തിപൂർവ്വം കടന്ന് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റലക്ച്വൽ ഫോർമേഷൻ നമ്മൾ കെയർഫുൾ അല്ലെങ്കിൽ വിൽ ബി ഗിവിങ് എ റിഡൻഡൻറ്റ് എഡ്യൂക്കേഷൻ ഫോർ അവർ സ്റ്റുഡൻസ് വിച്ച് ദേ അണ്ടർസ്റ്റാൻഡ്, വി മേ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ്, ബിക്കോസ് ദേ ആർ AI നേറ്റീവ്സ്, വി ആർ AI മൈഗ്രൻസ്. സോ ഈ ക്യാൻ ഇതിൽ കെയർഫുള്ളായിട്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ബ്ലൂ കോളർ ജോബ്സും വൈറ്റ് കോളർ ജോബ്സും അങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഇല്ലാതെ ഇത് കീഴടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചുരുക്കി പറയുകയാണെങ്കിൽ. ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരിക്കും തൊഴിൽ അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരുടെ തൊഴിലുകൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റോബോട്ടിക്സ് AI ഇൻസ്പയർഡ് ആയിട്ടുള്ള റോബോട്ടിക്സ് ആ ജോലികൾ ഏറ്റെടുക്കും. ഞാൻ കുറച്ച് പടം വെച്ചിട്ടുണ്ടായിരുന്നു, അതേ മാറ്റി, കാരണം സമയം കുറവുള്ളതെന്ന് കാണുന്നതുകൊണ്ട്. ഈവൻ നിലം തുടയ്ക്കുന്ന ജോലി തൊട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി, നമുക്കറിയാം AI സർജറി ഇപ്പോൾ നമുക്ക് വളരെ ഡോക്ടേഴ്സ് പോലും റെക്കമെൻഡ് ചെയ്യുന്ന AI സർജറിയാണ്. കാരണം അവർ കൈ വറക്കുകയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ പല ശരീരഭാഗങ്ങളും മുറിഞ്ഞു പോകും. പക്ഷേ AI ആണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് ഒരു ചലനമില്ലാതെ ഭംഗിയായിട്ട് ചെയ്യുന്ന AI ടൂൾസ് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റൽ തന്നെയുണ്ട്. സോ ഇറ്റ്സ് നോട്ട് അപ്പോൾ പല സ്കില്ലുകളും നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പല കോമ്പറ്റൻസീസ്, സ്കിൽസ്, ഇതൊക്കെ AI ടൂൾസ് ഏറ്റെടുക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. തിങ്കിങ് സ്കിൽസും രണ്ട് രീതിയിലുള്ള വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ തിങ്കിങ് സ്കിൽസ് കൂടുതൽ സാധ്യതയുള്ള തൊഴിലുകളാണ്. അത് ധാരാളം അത് ഏറ്റെടുക്കും. ഇൻക്ലൂഡിങ് ബ്ലൂ കോളർ ജോബ്സും അത് ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോക്കുക, ഇൻ്റലിജൻസ് ഈസ് ഗോയിങ് ടു ബിക്കം എ സർവീസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ്റലിജൻസ്, നമ്മൾ പണ്ട് വെള്ളം ഒരു സർവീസായിരുന്നു, പൈപ്പിൽ നിന്നൊക്കെ എടുക്കുക, പൈസ കൊടുക്കുക, മീറ്റർ ചെയ്ത് പൈസ കൊടുക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. വെള്ളം, ഇലക്ട്രിസിറ്റി അങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടേഷൻ സമീപഭാവിയിൽ അങ്ങനെ ആയി. ഡേറ്റ, നമുക്കറിയാം, ഡേറ്റ നമ്മൾ വാങ്ങിക്കുകയാണല്ലോ ഇപ്പോൾ. പണ്ട് കാലത്ത് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കൂളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് വിൽ ബൈ. നമുക്ക് ഇൻ്റലിജൻസ് ബുദ്ധി കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ തോറ്റു കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളൊന്നുമില്ല. നമ്മൾ വിദ്യാർത്ഥികൾക്ക് അറിയാതെ
ബുദ്ധി കുറഞ്ഞാലും ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വിദഗ്ധമായിട്ടിടുന്ന എല്ലാ ചോദ്യങ്ങളും ChatGPTക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് ചില തെറ്റുകളൊക്കെ വരുത്തി നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും പിള്ളേർ. കാരണം അവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റും. കാരണം ദേ ആർ AI നേറ്റീവ്സ് ആൻഡ് വി ആർ AI മൈഗ്രൻസ്. അപ്പോൾ അവരുടെ ഫോർമേഷൻ നടക്കുന്നുണ്ടാവില്ല, അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന പോലും ഉണ്ടാവില്ല ഈ കാര്യങ്ങളൊന്നും. അത് ChatGPTക്ക് അറിയാം, അല്ലാതെ വേറെ ആർക്കും ഇത് അറിയുന്നുണ്ടാവില്ല അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോസസ്സുകളൊന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വളരെ കെയർ എടുത്ത് പോകേണ്ട ഒരു വിഷയമാണത്. ഭാഗ്യവശാൽ ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. എന്നെ AICT ചെയർമാൻ വിളിച്ചിട്ടുണ്ട് ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്, ഇതേ കാര്യങ്ങൾ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. NBA ചെയർമാനും അത് വിളിച്ചിട്ടുണ്ട്, അനിൽ സഹസ്രബുദ്ധെ. അദ്ദേഹം നാക്കിൻ്റെയും ചെയർമാനാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ എല്ലാവരും ബാധിക്കുന്ന ചില ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാൻ അവർക്കിങ്ങനെ സൺഡേ മ്യൂസിങ്സ് ചെയ്യാൻ എഴുതാറുള്ളത് പോലെ നിങ്ങൾ പലരും കിട്ടുന്നുണ്ടാവും ഞാൻ കരുതുന്നു. അവർക്കും എഴുതി. അപ്പോൾ അവരതിൽ ആകൃഷ്ടരായിട്ട് തന്നെ വിളിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതെനിക്ക് അവരോട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെ ICSE ബോർഡ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചൊരു പ്രോഗ്രാമായിട്ട് ഞാൻ മാറ്റിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്രഡിറ്റേഷന് മാത്രമല്ല, എല്ലാ പ്രോസസ്സിനെയും, എഡ്യൂക്കേഷൻ്റെ എല്ലാ രീതിയിലുള്ള പ്രോസസ്സുകളെയും ഇത് ഗൗരവമായിട്ട് ബാധിക്കുന്നു. ഇത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഞാൻ അവരോട് പറയാൻ പോകുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് ഉണ്ടെന്ന് പറയുന്ന ഒരു രാജ്യമാണത്. അതായത് യൂത്ത് പവർ ഈസ് വെരി ഹൈ. പക്ഷേ നമ്മൾ ഇത് കെയർഫുള്ളായിട്ട് ഈ ട്രെയിനിങ് നടത്തിയില്ലെങ്കിൽ, ഇൻഡസ്ട്രിയൽ ഫോർമേഷൻ നടത്തിയില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു മിസ് അവർ വൺ ജനറേഷൻ. അത് വളരെ ക്രിട്ടിക്കൽ മിസ്സായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ എൻ്റെയും ഒരു പിതൃഗ്രഹമാണ് ഇത്. ആരംഭകാലത്ത് ഞാനിവിടെ പഠിക്കുകയും ഇവിടെ കുറച്ചു കാലം പഠിപ്പിക്കുകയും ചെയ്തു. റോബിൻ സാർ പറഞ്ഞു അത്. അപ്പോൾ അങ്ങനെ എനിക്കിതിനോട് കടപ്പാട് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അച്ഛൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കാനുള്ള കാരണം. നമുക്ക് ഇത് നോക്കണം. 10 വർഷം കൊണ്ട് ഇത് ഓപ്പൺ AIയുടെ ഒരു ടൈം ലൈനാണ് പറയുന്നത്, അവരുടെ ഒരു പ്ലാനാണ്. അവരുദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇവർ മാത്രമല്ല, എല്ലാ കമ്പനികളും ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവണം. നമ്മുടെ ബുദ്ധിശക്തിയേക്കാളും അതിശയിക്കുന്ന ഒരു ബുദ്ധിശക്തി AI ടൂൾസിൽ കൊടുക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ AI എന്ന് പറയുന്നു, പക്ഷേ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ല എന്നുള്ള സ്ഥിതിയാണ് വരിക. കാരണം ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ആക്ടേഴ്സായിട്ട് മാറുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ 2ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് ഈ ഓപ്പൺ AI പറയുകയുണ്ടായി. ചാറ്റ് ബോട്ട്സ് നമുക്ക് വളരെ പരിചയമുണ്ട്, അതാണ് നമ്മൾ ChatGPT ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസണേഴ്സ് എന്ന് പറഞ്ഞ സംഗതി ഓൾറെഡി ഉണ്ട്. എന്ന് പറഞ്ഞാൽ PhD ലെവലിൽ അവിടെ എഴുതി വെച്ചിട്ട് PhD ലെവലിലുള്ള അറിവുള്ള ഒരു ടൂളിൻ്റെ പേരാണ് ഈ റീസണേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏജൻസ് ഉണ്ടാവുക. ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാവുന്ന, നമ്മൾ ഓരോ ടാസ്കുകളൊക്കെ അതിന് കൊടുത്താൽ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുന്ന ഏജൻസായിട്ട് അവർ മാറും. അതാണ് അവരുടെ അടുത്ത പൈപ്പ് ലൈനിലുള്ള പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ചാണ് ഈ പറയുന്നത്. റിസർച്ച് നമ്മൾ ചെയ്യുന്ന ആവശ്യം വരില്ല. അത് AI ടൂൾസുകൾ സിസ്റ്റമാറ്റിക്കായുള്ള നോളജ് എവിടെയുണ്ടോ അതൊക്കെ AI കടന്നു പ്രവേശിക്കുന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക്കായുള്ള നോളജ്, സിസ്റ്റമാറ്റിക്കായുള്ള പ്രോസസ്സുകൾ. സിസ്റ്റമാറ്റിക്കായുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ബാധിക്കുക ഈ ബ്ലൂ കോളർ ജോബുകളാണ്. ഒരു ജോലിക്കൊരു പ്രത്യേകമായ പ്രൊസീജിയറുണ്ട് എന്നുണ്ടെങ്കിൽ അത് AIക്ക് സുഖമായിട്ട് റോബോട്ട്സിന് അത് ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. അതുപോലെ സിസ്റ്റമാറ്റിക്കായുള്ള നോളജ്, സയൻറ്റിഫിക് നോളജ് എസ്പെഷ്യലി, അതൊക്കെയും മാത്തമാറ്റിക്സ്, അതൊക്കെ സിസ്റ്റമാറ്റിക് നോളജുകളാണ്. അതൊക്കെയും AI ടൂൾസുകൾക്ക് ഈസി ആയിട്ട് കടന്നു പ്രവേശിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇന്നോവേഷൻ വരെ അവിടെ എത്തും. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റയർ ഓർഗനൈസേഷനെ റൺ ചെയ്യാനായിട്ട് ഉള്ള ബുദ്ധി അതിന് കൊടുക്കും, ഈ AIക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സമീപകാലത്ത് അവർ പുറത്തിറക്കിയൊരു 10 ഇയർ പ്ലാനാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ തീസിസ് 7 തീസിസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തീസിസ് ഇതാണ്. നമുക്ക് എവിടെ വെച്ച് വേണ്ടി അവസാനിപ്പിക്കാം, നിങ്ങൾ മടുക്കുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ സമയം 4 മണി വരെയാണ് ഞാൻ കാണുന്നു. നമുക്കത് കുഴപ്പമില്ല. എഡ്യൂക്കേഷൻ ഇൻ ദ AI ഏജ് മസ്റ്റ് ഡിഫൈൻ ഇറ്റ് സെൽഫ് ആസ് AI നേറ്റീവ്. നമ്മൾ AI നേറ്റീവ്സും അല്ലായിരിക്കും, പക്ഷേ AI നേറ്റീവ്സ് ആയിട്ട് AI നേറ്റീവ്സാണ് നമ്മുടെ കൂടെ പഠിക്കുന്നതെന്ന് കരുതി മാത്രമേ നമുക്ക് എഡ്യൂക്കേഷനെ സങ്കല്പിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കൊടുക്കുന്ന പല അസൈൻമെൻറ്റുകളും പിള്ളേർ ചെയ്യുന്നത് ഇപ്പോൾ AI ടൂൾ വെച്ചാണ്. അവർ ചെറിയ മിസ്റ്റേക്ക് വരുത്തി നമുക്ക് തരും. നമ്മൾ ആ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ നടക്കും. ദിസ് ഈസ് അബ്സേഡിറ്റി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ കാരണം അവർ ദേ ആർ എക്സ്പെർട്സ് ഇൻ ഓൾ ദീസ് ടൂൾസ്. അവർക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ പഠിക്കണം, പക്ഷെ അവരെ സംബന്ധിച്ച് പഠിക്കുന്നത് വേണം. ദേ ആർ ബോൺ ഇൻ ടു, ദേ ആർ നേറ്റീവ്സ്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫിഗറാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതാണ് നമ്മൾ എല്ലാ സ്ലൈഡുകളെയും ഗവേൺ ചെയ്യാൻ പോകുന്നത്. ഇൻ്റലക്ച്വൽ ഫോർമേഷൻ ഒരു കോഗ്നിറ്റീവ് മോഡലായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. അവിടെ പെർസീവിങ് സ്കിൽസ് ഉണ്ട്, തിങ്കിങ് സ്കിൽസ് ഉണ്ട്, ഒരു സ്കേമയുണ്ട്.
നമ്മൾ PO CO എന്നൊക്കെ പറഞ്ഞ ഇവിടെ കുറേ കൺഫ്യൂഷനൊക്കെ ഞാൻ ഇവിടെ കേട്ടു, ഇവിടെ ഇരിക്കുന്നതിനെ കേൾക്കുണ്ടായി. നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടാവണം എന്താണ് ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്. ഇത് പിയാഷെ എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷണലിസ്റ്റിൻ്റെ കൊഗ്നിറ്റീവ് മോഡലാണ്. ഈ മോഡൽ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം ഈ കൊഗ്നിറ്റീവ് ഇൻ്റലിജൻസ് ഏജൻസ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്, AI ടൂൾസ് ഉള്ളതുകൊണ്ടാണ് ഈ കൊഗ്നിറ്റീവ് മോഡൽ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് 2 പ്രോസസ്സുകളാണ് ഈ ഇൻഫർമേഷൻ ജനറേഷൻ, നോളജ് ജനറേഷൻ, അല്ലെങ്കിൽ നോളജ് ജനറേഷൻ എന്നല്ല പറയുക, അവിടെ നടുക്ക് കാണുന്നത് സ്കേമ എന്നാണ് കാണുന്നത്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലാണ് കാണുന്നത്. ഈ എഡ്യൂക്കേഷൻ ഈസ് ഫോർ development of a person. It is not just for filling the mind, it is to making the mind. അതാണ് അതിൻ്റെ ഇത് NEP 2020 പറയുന്നതാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്നത് തന്നെയാണ്. എഡ്യൂക്കേഷൻ ഹാസ് ടു ബി റീകൺസീവ്ഡ് നോട്ട് ആസ് എ ഫില്ലിംഗ് ദ മൈൻഡ് പ്രോസസ്, റാദർ മേക്കിംഗ് ദ മൈൻഡ് പ്രോസസ്. ആ മൈൻഡിൻ്റെ ഒരു പിക്ചറാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് സ്കേമ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. മൈൻഡ് സെറ്റ്, വാല്യൂ സെറ്റ്, സ്കിൽ സെറ്റ്, ലൈഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്, ഹാർട്ട്, ഹാൻഡ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിവർത്തനമുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ പൂർണ്ണത. അതാണ് ശരിക്കും എഡ്യൂക്കേഷനിൽ നടക്കുന്നത് ഈ മോഡൽ അനുസരിച്ച്. പക്ഷേ അതിന് ഏജൻസായിട്ട് പ്രവർത്തിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പെർസെപ്ഷൻസ്, 2 തിങ്കിങ്. പെർസെപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അതിലൂടെയാണ് നമ്മൾ ലോകത്തെ റിയാലിറ്റിയെ നമ്മൾ കാണുന്നത്. ആ റിയാലിറ്റിയെ കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും പറയില്ല എൻ്റെ കണ്ണാണ് കാണുന്നത് പറയില്ല, ഞാനാണ് കാണുന്നത്, എൻ്റെ കണ്ണിലൂടെ ഞാനാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് അതിൻ്റെ പുറകിലുണ്ട്, എൻ്റെ മൈൻഡ് അതിൻ്റെ പുറകിലുണ്ട്, ഈ സ്കേമ അതിൻ്റെ പുറകിലുണ്ട്. ഈ സ്കേമയാണ് എന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ പലരും ഇവിടെ ഇരുന്ന് പലരും കാണുമ്പോൾ പല കാഴ്ചകളെ കാണുന്നത് നമുക്കത് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഒബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള മൈൻഡ് സെറ്റും വാല്യൂ സെറ്റും സ്കിൽ സെറ്റും ലൈഫ് സെറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് പരസ്പരം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 10 പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ 10 വീക്ഷണകോണിൽ കൂടെയാണ്, 10 പെർസ്പെക്റ്റീവ് കൂടെയാണ് ഇത് കാണുന്നത്. അവൻ്റെ ലൈഫിൻ്റെ എല്ലാ കഥകളും അതിൻ്റെ പുറകിലുണ്ട് എന്ന് ഓർക്കുക. അപ്പം അങ്ങനെ ആ ഒരു സ്കേമയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് പെർസെപ്ഷനിലൂടെയും തിങ്കിങ് സ്കിൽസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവർ പറയുന്ന പ്രോസസ്സ് സിമ്പിളാണ്. നമ്മളൊരു കാര്യം കാണുന്നു, ആ കാര്യം കാണുമ്പോൾ ആ കാഴ്ചകൾ മൈൻഡ് അനലൈസ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കേമയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്കേമ 3 രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ഒന്നിലെ സ്കേമ ക്യാൻ ബി എൻഹാൻസ്ഡ്, അത് കൺഫേം ചെയ്യാം. അപ്പോൾ അതാണ് ശരി. ഇന്ന് വീണ്ടും പറയുമ്പോൾ നമ്മൾ സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറയാറില്ലേ, ബ്രെയിനിൽ സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനോട് കമ്പയർ ചെയ്ത് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു റീഎംബസിസ്, റീഎൻഫോഴ്സ്മെൻറ്റ് വരികയാണ് ചെയ്യുക. അത് അഥവാ പെർസെപ്ഷനും തിങ്കിങ് സ്കില്ലും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു. ആ കാഴ്ചകളെ പറ്റിയുള്ള ചർച്ചകൾ, മൈൻഡിൽ നടക്കുന്ന ചിന്തകൾ അത് വ്യത്യാസപ്പെട്ട് വരുമ്പോൾ ഒരുപക്ഷെ മോഡിഫിക്കേഷൻ ആവശ്യപ്പെടാം. സ്കേമയെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ സ്കേമയെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ 3 പ്രോസസ്സുകൾ ഞാൻ പറഞ്ഞത്, ഒന്നിൽ എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ പ്രോസസ്സിൽ കൂടെയാണ് ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വലിൻ്റെ ആ ഡെവലപ്പിൻ്റെ പ്രേരക ശക്തിയും അതിൻ്റെ ചാലക ശക്തിയുമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടാലേ നമുക്ക് എഡ്യൂക്കേഷൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പിക്ചർ കിട്ടുള്ളൂ. പക്ഷേ ഗൈഡ് ചെയ്യപ്പെടുന്നതെല്ലാം പെർസെപ്ഷനും തിങ്കിങ്ങുമാണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. അത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിലൂടെ നാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. വി ആർ അലവിങ് ദ പീപ്പിൾ സ്റ്റുഡൻസ് ടു സീ ദ വേൾഡ് ആൻഡ് ഓൾസോ തിങ്ക് അബൌട്ട് ദ വേൾഡ്. ഈ 2 പ്രോസസ്സിൽ കൂടെയാണ് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അതിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ. ഇത് ഞാനുണ്ടാക്കിയ മോഡലല്ല. ദിസ് ഈസ് ദ മോഡൽ വിച്ച് ഇസ് കൊഗ്നിറ്റീവ് മോഡൽ. പിയാഷെ എന്ന് പറയുന്ന ആളുടെ മോഡലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാഗ്യവശാൽ ഞാൻ പറയാം, ഇത് AI ടൂൾസൊക്കെ വരുന്നതിന് മുമ്പ് എഴുതിയൊരു പുസ്തകമാണ്. പക്ഷേ ഇന്നും അത് വളരെ വാലിഡായിട്ടുള്ള ഇൻസൈറ്റ് ഉൾക്കൊള്ളുന്നതെന്ന് ഞാൻ കരുതുന്നു. 2022 എഴുതിയ ഒരു പുസ്തകമാണ് ഓൺട്രപ്രനോറിയൽ ഇൻ്റലക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പെർസെപ്ഷൻസ് ഹോളിസ്റ്റിക് ആവണം എന്നാണ് അവിടെ പറയുക. പെർസെപ്ഷൻസ് AI ടൂൾസിന് എൻ്റെ പരിധിക്കുള്ളിൽ മാത്രമാണ് നമ്മൾ പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. ഞാൻ അടുത്ത സ്ലൈഡിലുള്ള നിങ്ങൾക്ക് വ്യക്തമാകും എന്താണ് ഞാനിപ്പോൾ പറയുന്നത് എന്നുള്ളത്. ഈ സ്റ്റുഡൻസിന് നമുക്ക് വളരാനായിട്ട് നമുക്ക് സാധ്യതയില്ല. കാരണം അവർ വളരെ ലിമിറ്റഡായിട്ടുള്ള വളർച്ചയുണ്ടാവുള്ളൂ. നമ്മുടെ വീണ്ടും ഞാനൊന്ന് ആവർത്തിച്ച് പറയാം, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രെയിനിങ് ഫോർ പെർസെപ്ഷൻ, ഇറ്റ് ഈസ് ട്രെയിനിങ് ഫോർ തിങ്കിങ് സ്കിൽസ്. ഇറ്റ് ഈസ് ട്രെയിനിങ് ഫോർ പെർസെപ്ഷൻ സ്കിൽസ് ആൻഡ് ഇറ്റ്സ് ട്രെയിനിങ് ഫോർ തിങ്കിങ് സ്കിൽസ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നടക്കുന്നത് ഓട്ടോമാറ്റിക്കായുള്ള പ്രോസസ്സാണ്. നടുക്ക് അവിടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന മൈൻഡ് സെറ്റ്, വാല്യൂ സെറ്റ്, സ്കിൽ സെറ്റ് ആൻഡ് ലൈഫ് സെറ്റ് അത് നമുക്ക് കൺട്രോളൊന്നുമില്ല. അതേഴ്സ് ഓട്ടോമാറ്റിക് ഫോം ചെയ്യുന്നതാണ് ഈ പ്രോസസ്സിൽ കൂടെ. അപ്പോൾ എഡ്യൂക്കേഷനിൽ കൺട്രോൾ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ളത് പെർസെപ്ഷൻ ആൻഡ് തിങ്കിങ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നത് അവരുടെ പെർസെപ്ഷനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, അവരുടെ തിങ്കിങ് സ്കിൽസ് നമുക്ക്
കൺട്രോൾ ചെയ്യാം. ആ കൺട്രോൾ ചെയ്ത് അവർ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് എഡ്യൂക്കേഷൻ നടക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോളിസ്റ്റിക് പെർസെപ്ഷൻ എന്നുള്ള സംഗതി ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ നോട്ട് സർവൈവ് ഇൻ ദിസ് AI ഏജ്. ബിക്കോസ് അവർക്ക് വെറും കൂലിവേല പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, കൂലിവേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് ബ്ലൂ കോളർ ജോബാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലൂ കോളർ ജോബ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് അവർ വരും സമീപ ഭാവിയിൽ. വളരെ പെട്ടെന്നായിരിക്കും അതൊക്കെ നടക്കുക. അപ്പോൾ ഹോളിസ്റ്റിക് പെർസെപ്ഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെന്താണ് ഹോളിസ്റ്റിക് പെർസെപ്ഷൻ എന്നുള്ളത് അടുത്ത സ്ലൈഡ് കാണിക്കും. പിന്നെ തീർച്ചയായിട്ടും വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്കറിയാം SDG ഗോൾസിനെ പറ്റി ഇവിടെ പറയുകയുണ്ടായി. SDG ഗോൾസ് എന്ന് പറഞ്ഞാൽ 17 ഗോൾസ് ഉണ്ട്. അൺസസ്റ്റൈനബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ലോകം തകർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഉണ്ടാക്കിയ പല ടെക്നോളജികളും ഇന്ന് നമുക്ക് ഉപദ്രവകരമായിട്ട് തോന്നുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനാണ് പൊതുവായിട്ട് പറയുന്ന ഉദാഹരണം. അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസാണ് നമ്മൾ തിരിച്ചറിയുന്നു. അത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് തിരിച്ചറിയുന്നു. അത് ക്ലൗഡ് ബേസ്റ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു. അനേകം പേര് മരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മരണങ്ങളൊക്കെ, വയനാട്ടിൽ നടക്കുന്ന മരണങ്ങളൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നൊന്നുമല്ല. അതൊക്കെ ഇതിൻ്റേതായിട്ടുള്ള 10-200 വർഷം പുറകിലേക്ക് നോക്കുമ്പോൾ അതിനൊരു കാരണം അവിടെയുണ്ട്. ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. അവർക്ക് ആ ഹോളിസ്റ്റിക് പെർസെപ്ഷനിലൂടെ അത് കാണാൻ, ഇന്ന് ഇത് സംഭവിക്കുമെന്ന് അന്ന് അവർക്കത് കാണാൻ പറ്റാതെ പോയി. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളും അത് ഭാവിയെ ബാധിക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഹോളിസ്റ്റിക് പെർസെപ്ഷൻ അവർക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ബ്ലൂ കോളർ ജോബ്സ് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് അവർ ഹോളിസ്റ്റിക് പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യണം. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഏത് പ്രോസസ്സുകളും റോബോട്ട്സ് കോപ്പി ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങി വെറുതെ സ്വീപ്പിംഗ് ജോലി മുതൽ വളരെ കോംപ്ലിക്കേറ്റഡുള്ള സർജറി വരെ അവർ ഏറ്റെടുക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ ഹോളിസ്റ്റിക് പെർസെപ്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ രംഗത്ത്. അതുപോലെ തന്നെയാണ് പോളിക്രോമാറ്റിക് തിങ്കിങ്. നിങ്ങൾക്കറിയാം, ഞാൻ അതിന് ഗ്രേ പെർസെപ്ഷൻ ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നാണ് പറയുന്നത്. ഗ്രേ പെർസെപ്ഷൻ, ഗ്രേ സ്കെയിൽ ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്കറിയാം വിബ്ജോറാണ്, വയലറ്റ് ഇൻഡിഗോ, വൈറ്റ് ലൈറ്റിൻ്റെ പോളിക്രോമാറ്റിക് ഇതാണ്. അപ്പോൾ അത് പറയുന്നത് പോളിക്രോമാറ്റിക് ആയുള്ള തിങ്കിങ് സ്കിൽസും ഹോളിസ്റ്റിക് ആയിട്ടുള്ള പെർസെപ്ഷൻസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് ചുരുക്കരൂപത്തിൽ പറയുന്നതാണ് ആ മുഖചിത്രം. അപ്പോൾ വി ഹാവ് ടു എഡ്യൂക്കേഷൻ റെഡ്യൂസസ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഹോളിസ്റ്റിക് പെർസെപ്ഷൻസ് ആൻഡ് പോളിക്രോമാറ്റിക് തിങ്കിങ്. അതാണ് അതിൻ്റെ ചുരുക്കരൂപം. അപ്പോൾ നമുക്ക് എന്താണ് അത് നമുക്ക് നോക്കാം. ഇതൊരു ഹോളിസ്റ്റിക് പെർസെപ്ഷൻ്റെ ഒരു പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതിൽ ഡേറ്റ പെർസെപ്ഷനുണ്ട്, ഇൻഫറൻഷ്യൽ പെർസെപ്ഷനുണ്ട്, കോണ്ടെക്സ്ച്വൽ പെർസെപ്ഷനുണ്ട്, ട്രാൻസെൻഡൻ്റൽ പെർസെപ്ഷനുണ്ട്. ഇത് ഞാൻ ചിലത് ചുവന്ന കളറിലും ചിലത് ബ്ലൂ കളറിലുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ബിസിനസ് ടീച്ചേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. റെഡ് ഓഷൻ സ്ട്രാറ്റജി ആൻഡ് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന ഒരു പാരഡൈമിലാണ് അത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. റെഡ് ഓഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറെ എന്തിനോടോ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. വേറെ ഒന്നെന്ന് പറയുന്നത് വേറെ ഒന്നല്ല, AI തന്നെയാണ്. AIക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, AIക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. AIക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം കട്ടപ്പുകയാണ്. കാരണം അവരൊരിക്കലും റെഡ് ഓഷനാണ് എന്ന് പറഞ്ഞാൽ അവർ AI ആയിട്ട് യുദ്ധം ചെയ്യുകയും അവർ പരാജയപ്പെടുകയും രക്തരൂഷിതമാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി സീരിയസ് പ്രോബ്ലം അവർ കൺട്രി ഈസ് ഗോയിങ് ടു ഫേസ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വിദ്യാർത്ഥികളെ നമ്മൾ തള്ളിയിടാൻ പോകുന്നത്. കാരണം AI ആയിട്ട് യുദ്ധം ചെയ്ത് ആരും ജയിച്ചിട്ടില്ല, ജയിക്കാൻ പോകുന്നുമില്ല. കാരണം അവിടെ കാണുക, ഡേറ്റ പെർസെപ്ഷനിൽ കാണുന്ന പാറ്റേൺ റെക്കഗ്നിഷൻ. ഇപ്പോഴും UPSC എക്സാമിനേഷനിലും അല്ലെങ്കിൽ UGC എക്സാമിനേഷനിലൊക്കെ പാറ്റേൺ റെക്കഗ്നിഷൻ ഒരു ചോദ്യമാണ്. മനുഷ്യൻ ചെയ്യുന്നതാണ്. നമുക്കൊരു ഫൈൻഡ് ഔട്ട് ദ എമംഗ് ദ ഇൻ എ ഗ്രൂപ്പ്. ഇത് AI ടൂളിന് കൂളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് എ ജോബ് ഫോർ ഇറ്റ്, ഇറ്റ്സ് വെരി ഈസി ഫോർ ഇറ്റ്. ദാറ്റ് പാറ്റേൺ റെക്കഗ്നിഷൻ, ഓവർവ്യൂ. ഒരു 10,000 പേജുള്ള ഒരു PDF ഫയൽ ChatGPT കൊടുത്താൽ ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് ടു 2 pages സമ്മറി, ഓവർവ്യൂ ജനറേഷൻ. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ ഫോർ AI ടൂൾസ്. നമുക്ക് വിശ്വസിക്കാവുന്ന റിസൾട്ട് തരുന്നതായി കഴിഞ്ഞു. മനസ്സിലായോ? AI ടൂൾസിന് അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളാണെങ്കിൽ 10,000 പേജ് എത്ര ദിവസം കൊണ്ട് വായിക്കും? അതൊന്ന് ഒരു 2 മിനിറ്റിനുള്ളത് ഇത് തരും, നമുക്ക് ഓവർവ്യൂ തരും. അല്ലെങ്കിൽ പ്രഡിക്ഷൻ. ദീസ് ആർ ദ തിങ്സ് വിച്ച് വി ട്രെയിൻ. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ട്രെയിനിങ് അവർ സ്റ്റുഡൻസ്. But you should imagine there is a red ocean strategy. They will have to fight with the AI tools in the workspaces. They will fail and it will be a red color, red ocean, blood shed will be there. ഇനി അതിലും കുറച്ചും കൂടിയും സാധ്യതയുള്ളതാണ്. വീണ്ടും ചുവന്ന കളർ തന്നെയാണ് എങ്കിലും ഇൻഫറൻഷ്യൽ പെർസെപ്ഷൻ. നമുക്കറിയാം ഹൈപ്പോത്തീസിസുകൾ ഡെവലപ്പ് ചെയ്യുക. റിസർച്ചിൽ നമ്മൾ ചെയ്യുന്നതല്ലേ. ഹൈപ്പോത്തീസിസ് ജനറേഷൻ ക്യാൻ ബി ഡൺ ബൈ AI ടൂൾസ്. ബിലീവ് മീ, ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് വി ക്യാൻ കൊളാബറേറ്റ് വിത്ത് ഇറ്റ്. നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ കുറച്ചുകൂടി ഭംഗിയാക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.
സിനാരിയോ ഡെവലപ്മെൻറ്റ്, ഒരു പ്രത്യേക ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് പല സിനാരിയോസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ടൂൾസ് വിൽ ബി ഡെവലപ്പിംഗ് ഇറ്റ്. ട്രാൻസ്ഡിസിപ്ലിനറി എലാബറേഷൻ ഓഫ് തിങ്സ് ടൂൾസ് ആർ ഏബിൾ ടു ഡു. ഞാൻ റെഗുലറായിട്ട് എൻ്റെ സ്റ്റുഡൻസിനെ കൂടി ചെയ്യിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റാത്തത്? അതാണ് ബ്ലൂ ഓഷൻ എന്ന് പറയുന്നത്. ആ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി സ്കിൽസാണ്, പെർസെപ്ഷൻ സ്കിൽസാണ് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് അല്പമെങ്കിലും ഭാവിയുണ്ട്. അല്ലെങ്കിൽ കട്ടപ്പോക എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണ്. കോണ്ടെക്സ്റ്റൽ പെർസെപ്ഷൻ ടൂൾസിന് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് കാരണം എക്സ്പീരിയൻഷ്യൽ, അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് റിയാലിറ്റിയെ മനസ്സിലാക്കാനായിട്ട്. സോ ഇറ്റ്സ് എ കോൾ ടു ബിക്കം ഫുള്ളി ഹ്യൂമൻ. ടൂൾസ് കോൾസ് അസ് ഫോർ ടു ബിക്കം ഫുള്ളി ഹ്യൂമൻ. എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ പിള്ളേർ ഓരോ റിയാലിറ്റി ഒരു ഫാക്ട്സ് പഠിക്കുമ്പോൾ പുസ്തകം അങ്ങനെ പഠിക്കുകയല്ല ചെയ്യുന്നത്, ദേ ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ്. അപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം ദാറ്റ് ഈസ് സംതിങ് പാർട്ട് ഓഫ് കോർ കോമ്പിറ്റൻസ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ. പിന്നെ സോഷ്യോ ഇമോഷണൽ, ദാറ്റ്സ് അനദർ തിങ്. നമ്മൾ വളരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. അത് വേറെ കോ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ടൊക്കെ നമ്മൾ നടത്തുന്നതാണ്. അങ്ങനെയും നടത്താൻ പറ്റില്ല. ദാറ്റ്സ് എ കോർ കരിക്കുലർ പ്രോഗ്രാമായിട്ട് മാറേണ്ട സംഗതികളാണ് സോഷ്യോ ഇമോഷണൽ. സിസ്റ്റംസ് തിങ്കിങ്, വെൻ ദേ തിങ്ക് അബൌട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് സിസ്റ്റം തിങ്സിൻ്റെ അഭാവം കൊണ്ടാണ് ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് മാറിയത്. കാരണം ദേ ഡിഡ് നോട്ട് സീ ദ സിസ്റ്റം. അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്തു, ആ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ അതിനേക്കാളും വലിയ പ്രോബ്ലം അവർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് അന്ന് അവർക്ക് മനസ്സിലായില്ല. അതിൻ്റെ പേരാണ് സിസ്റ്റം പെർസെപ്ഷൻ്റെ ലാക്കിംഗ്. ദേ ലാക്ക്ഡ് സിസ്റ്റം പെർസെപ്ഷൻ. ഇന്നും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ കാര്യങ്ങൾക്കൊക്കെ മനുഷ്യർക്ക് ഇന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ടൂൾസ് നമ്മൾ സഹായിക്കും, പക്ഷേ മനുഷ്യരുടെ കോർ കോമ്പറ്റൻസ് ആയിട്ട് അതിൽ മാറും. പക്ഷേ അതിലും അങ്ങേറ്റ് പോയാൽ ഏറ്റവും ബ്ലൂ തീർച്ചയായിട്ടും നമ്മൾ പണ്ട് പറയാറുള്ള സത്യം ശിവം സുന്ദരം ഒക്കെ തന്നെയാണ്. സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞാൽ ട്രാൻസെൻഡൻ്റൽ പെർസെപ്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഫിലോസഫി ഈസ് ഗോയിങ് ടു ബി ഹാവിങ്, അതായത് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഏത് വിഷയം പഠിപ്പിച്ചാലും ഫിലോസഫിക്കലായിട്ട് പഠിപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം, നമ്മൾ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ. പിന്നെ എഡോമോണിക് എന്ന് പറഞ്ഞാൽ അത് ശിവ എന്ന് പറഞ്ഞാൽ വാല്യൂ എഡ്യൂക്കേഷൻ നമ്മൾ പറയാറില്ലേ, അത് പണ്ടൊക്കെ തമാശയായിട്ട് പറയാറുള്ളതാണ്. ഇത് സീരിയസ് ആണ്. കാരണം അതാണ്, ആ പെർസെപ്ഷൻ മാത്രമേ ടൂൾസിന് ലാക്ക് ചെയ്യുന്നുള്ളൂ. അത് മനുഷ്യർക്ക് കൊടുത്താൽ അത് അവർക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാനും, മനുഷ്യർക്ക് ടൂൾസിന് കോംപ്ലിമെൻറ്റ് ചെയ്യാനും, അങ്ങനെ അവർക്കൊരു ജോലി സ്ഥിരത ഉണ്ടാകാനും സാധ്യതയുണ്ടാകും. പിന്നെ മൂന്നാമത്തെ എസ്തെറ്റിക്, ആർട്ടിൻ്റെ സ്കൂൾ ഇവിടെ ഉണ്ടല്ലോ, ആർട്ട് സബ്ജക്ട്സ് ഉണ്ടല്ലോ. ആർട്ട് സബ്ജക്ട്സിനൊക്കെ പ്രയോറിറ്റി വരാൻ പോകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളായിരിക്കും ടൂൾസിന് അല്പമെങ്കിലൊക്കെ ബുദ്ധിമുട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. വാല്യൂസ് അതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഫിലോസഫി അങ്ങോട്ട് കൊടുക്കും. ട്രൂത്ത്, അബ്സല്യൂട്ട് ട്രൂത്തിൻ്റെ സെർച്ചാണ് ഈ പറയുന്നത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഫോർമേഷനിൽ ഇഫ് യു ആർ ജസ്റ്റ് റെഡ്യൂസിങ് അവർ സെൽസ് ടു ഗിവ് റെഡ് ഓഷൻ വാല്യൂസ് പെർസെപ്ഷൻസ്, വി ആർ കില്ലിങ് അവർ ജനറേഷൻ, അനദർ ജനറേഷൻ. അപ്പോൾ അത് നമ്മൾ എഡ്യൂക്കേഷൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത് അങ്ങനെയാണ്. Education can become a criminal activity in the society, anti-national activity, if you are doing in this particular manner. പക്ഷേ ഞാനിവിടെ കേട്ടതെല്ലാം എനിക്കറിയാം, ഞാൻ എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ആരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളതൊക്കെ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ട്, ദൈവമുണ്ട് എന്ന് പറയുന്നത് പോലെ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് അങ്ങനെയാണ് ചർച്ച തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് നേറ്റീവ്സ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ തീസിസായി ഫോർമേഷൻ ഓഫ് നേറ്റീവ്സ് മസ്റ്റ് ഫോക്കസ് ഓൺ പെർസീവിങ് സ്കിൽസ് കോംപ്ലിമെൻ്ററി ടു ടൂൾസ്. Don't give them same skills. If we are giving same skills to our students, they will be just making bloodshed. It's a red ocean strategy. You have to create a blue ocean strategy. There should be something our students should have to complement to AI tools. Then they will be safeguarding their core jobs. Otherwise, they will be jobless, and educator unemployment will be biggest curse of our country, having a demographic dividend. So that is the second thing. Now I am coming to thinking. പോളിക്രോമാറ്റിക് തിങ്കിങ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ റിവൈസ് ബ്ലൂം ടാക്സോണമിയെ പറ്റിയൊക്കെ വളരെ വിദഗ്ധരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഷാറ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാം. വാട്ട് ഈസ് റിവൈസ് ബ്ലൂം ടാക്സോണമി? അവിടെ എഴുതിയിരിക്കുന്ന റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. റെഡ് കളറിലാണെന്നുള്ള ഓൾറെഡി നിങ്ങൾക്ക് അപായ സൂചനയാണത്. അതായത് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. ഇതൊക്കെ ലോ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്നാണ് പറയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ റിട്രീവൽ ഓഫ് നോളജാണ്. ഞാൻ തിങ്കിങ് സ്കിൽസ് ആയിട്ട് പോലും അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിനെ റിട്രീവ് ചെയ്യാനുള്ള പരിശ്രമിക്കുകയാണ്. റിമെമ്പർ, വി ആർ അലവിങ് ദം ടു റിമെമ്പർ ഇറ്റ്.
യു ആർ അലവിങ് ടു ദം ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദേ ആർ അലവിങ് ടു ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജാണ്. അത് തിങ്കിങ് കൊണ്ട് അവരുണ്ടാക്കുന്നതല്ല. തലമുറകളുടെ വിജ്ഞാനങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തത് അവർക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ, അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ഇതൊരു പഴയൊരു പാരഡൈമാണ് എഡ്യൂക്കേഷൻ്റെ. പണ്ട് കാലത്ത് എഡ്യൂക്കേഷനെ പറ്റി അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്താ നമ്മുടെ ചിന്തകളായിരുന്നത്? തലമുറകളുടെ വിജ്ഞാനം ഉടച്ചിലില്ലാതെ അടുത്ത തലമുറയ്ക്ക് പകരണം, അവരതിനെ എൻഹാൻസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തകർന്നു. കാരണം എ ഐ ടൂൾ ഇസ് ദെയർ, എ ഐ ഇസ് ദെയർ. ഞാൻ വീണ്ടും പറയുകയാണ്, എ ഐ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ വേണം എഡ്യൂക്കേഷനൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. റിമെമ്പർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എ ഐ ടൂൾസ് വിൽ ഡു ദാറ്റ്. എന്തുകൊണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് അത് നെസസറി അല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതാണ് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് വിൽ നോട്ട് ബി സഫിഷ്യൻറ്റ്. ദീസ് സ്കിൽസ്, തിങ്കിങ് സ്കിൽസ് വിൽ ബി നെസസറി, but it's not going to be sufficient. You should allow students to collaborate with AI tools to develop the red ocean skills. And for the blue ocean skills, we have to train them so that they can complement and have some job, white collar job. Here I am specifying white collar jobs. So remember, understand and apply. ഞാനതിന് വിളിക്കുന്ന എൻഡോ പേഴ്സണൽ തിങ്കിങ് സ്കിൽസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി അവിടെയുള്ള കാര്യങ്ങളെ റിട്രീവ് ചെയ്യാനുള്ള പരിശ്രമമാണ്. സത്യം പറയട്ടെ, നമ്മൾ പരീക്ഷയ്ക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടിയും പറയാം. അതൊരു ഭീകരാവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് റിമെമ്പർ എന്നുള്ളതാണ്. ആ റിമെമ്പർ എന്നുള്ളത് ബ്ലൂംസ് ടാക്സോണമി, റിവൈസ് ബ്ലൂം ടാക്സോണമി വിഭാവനം ചെയ്യുന്നത് ഷോർട്ട് ടൈം മെമ്മറി അല്ല, ലോങ് ടൈം മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാനുള്ള കഴിവാണ്. നമ്മുടെ പിള്ളേർ എന്താ ചെയ്യുന്നത്? തലേ ദിവസം ഇരുന്ന് പഠിക്കുകയാണ്. അവർ 2 ദിവസം മുമ്പ് പോലും പഠിക്കില്ല. കാരണം അവർ മറന്നു പോകുന്നുള്ള പേടിയുണ്ട്. തലേ ദിവസം പഠിക്കുന്നതാണ് അവർ പിറ്റേ ദിവസം ദഹിക്കുക. കാരണം അവർക്ക് വലിയ മെമ്മറി ഉണ്ടെന്ന് ഓർക്കുക. കാരണം ചെറുപ്രായത്തിൽ മെമ്മറി, ഈ കിൻഡർ ഗാർഡൻ പിള്ളേരെ പോയട്രിയൊക്കെ പഠിപ്പിച്ച് അവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അവർ പാടുന്നത് കേട്ടിട്ടില്ലേ? അപ്പം അതുപോലെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ പിള്ളേർക്ക് അത്രയും മെമ്മറി ശക്തിയുണ്ട് ആ പ്രായത്തിൽ. നമ്മൾ വയസ്സാകുമ്പോഴാണ് മെമ്മറിയൊക്കെ കുറച്ച് കുറഞ്ഞു പോകുന്നത്. ആ പ്രായത്തിൽ അപാരമായ മെമ്മറിയാണ്. അപ്പോൾ അത് അവർ സംസാരിക്കുമ്പോഴില്ലേ, ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നല്ല വരുന്നത്, പരീക്ഷയുടെ ദിവസം സംസാരിക്കുക പോലില്ല. അവർ പറയുന്നത് കളിക്കില്ല, ചിരിക്കില്ല. കാരണം ചിരിച്ചാലും കളിച്ചാലും സംസാരിച്ചാലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ചോർന്നു പോകുന്നതാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവാണ്. അതുകൊണ്ട് പരീക്ഷ ഹോളിൽ പോകുന്നു, എഴുതുന്നു, ജസ്റ്റ് സ്ട്രെസ്സിങ്, ഡീസ്ട്രെസ്സിങ്, ലോഡിങ്, അൺലോഡിങ്. ഈ പ്രോസസ്സിൻ്റെ പേരല്ല എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇത് ഈവൻ RBT, റിവൈസ് ബ്ലൂം ടാക്സോണമിയുടെ വയലേഷനാണെന്ന് ഞാൻ പറയുന്നത്. RBTയിൽ റിമെമ്പർ എന്നുള്ള സ്റ്റേജ് ഉദ്ദേശിച്ചിട്ടുള്ളത് ലോങ് ടൈം മെമ്മറിയിൽ നിന്ന്, അതായത് 4-5 വർഷത്തിന് ശേഷം റിട്രീവ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. 4 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആണ് ഈ RBTയുടെ റിമെമ്പർ എന്നുള്ളത് ആവുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ പരീക്ഷയിൽ അവിടെ നിൽക്കുന്നു എന്നുള്ളത്. പരീക്ഷകളൊക്കെ പരിതാപകരമായ സ്ഥിതിയാണ്. നമ്മൾ പറഞ്ഞേ മതിയാവും. കാരണം ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ പറയാൻ പോകുന്നത്? ദിസ് ഈസ് ഏജ്. വി ആർ AI നേറ്റീവ്സ് ആൻഡ് വി ആർ ലിവിങ് ഇൻ ദ ഏജ്. ഇത് മറന്നുകൊണ്ട് നിങ്ങൾ അടിസ്ഥാനം ഇട്ടാൽ പൂഴിയിൽ അടിസ്ഥാനമിട്ട് പണിയുന്ന കെട്ടിടം പോലെയായിരിക്കും എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു സ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു മിഷണറി മോഡിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്, ഒരു പ്രൊഫറ്റിക് മോഡിലാണ് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇത് ഞാൻ നാഷണൽ ലെവലിൽ ഞാൻ പോയി പറയുകയും ചെയ്യും ഇങ്ങനെ തന്നെ. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, ദിസ് ഈസ് എ ക്രൂവൽ ഗെയിമായിട്ട് മാറിയിരിക്കുക എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് മാറിയിരിക്കുക. ഇതിനു വേണ്ടി നമ്മൾ പൈസ വാങ്ങുന്നു ഈ പരിപാടി ചെയ്യാനായിട്ട്. അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണത്. കാരണം വി ആർ കില്ലിങ് ദം, വി ആർ ഡിസ്ട്രോയിങ് ദർ ഫ്യൂച്ചർ, വി ആർ ഡിസ്ട്രോയിങ് ദ ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ ആൻഡ് ഫോർ വിച്ച് വി ആർ ഏണിങ്. ദാറ്റ് ഈസ് ക്രിമിനൽ ആക്ടിവിറ്റി. അത് ഞാനതിൽ പെടുന്നതായതുകൊണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മൾ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് അനലിറ്റിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ഞാൻ ChatGPTയോട് എനിക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ സാധിക്കുന്നു. ഐ ക്യാൻ മേക്ക് ന്യൂ ഐഡിയാസ് വിത്ത് ബ്രെയിൻ സ്റ്റോമിങ് വിത്ത് ChatGPT എന്നതിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ക്രിയേഷൻ. അപ്പോൾ ആ ക്രിയേഷൻ വരെയും അവർ എത്തിപ്പറ്റി കഴിഞ്ഞു. ഈ പറയുന്ന മെഷീൻ ക്രിയേറ്റിവിറ്റി എന്ന് ഞാൻ പറയുക, അതിനെ മെഷീൻ ലെവൽ ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് മാക്സിമം പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം ബ്ലൂം ടാക്സോണമി കംപ്ലീറ്റ് AI ടൂൾസിൻ്റെ അധീനതയിലാണ് ഇപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ബ്ലൂം ടാക്സോണമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2021 ഞാൻ എഴുതിയ പേപ്പറിൻ്റെ പേര് ബിയോണ്ട് ബ്ലൂം ടാക്സോണമി എന്നായിരുന്നു. 2021 ബിയോണ്ട് ബ്ലൂം ടാക്സോണമി. നമ്മൾ അന്ന് മുതൽ എനിക്കറിയാമായിരുന്നു
ബ്ലൂം ടാക്സോണമിന് അതീതമായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ ഈ ഭാവി എഡ്യൂക്കേഷൻ്റെ ഭാവി കട്ടപ്പോയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി വരികയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്ത് തിങ്കിങ് സ്കിൽസാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്? അടുത്ത 2 ഇതിലേക്ക് വരുമ്പോൾ നോക്കാം. ഇൻ്റർപേഴ്സണൽ തിങ്കിങ് സ്കിൽസ്, അവിടെ ട്രാൻസ്ഫർ ഓഫ് നോളജ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതിയിരുന്ന പല കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. മ്യൂച്വൽ തിങ്കിങ്, 2 വ്യക്തികൾ കൂടി ചിന്തിച്ചിട്ട് ക്യാൻ ദേ ക്രിയേറ്റ് എ ന്യൂ ഐഡിയ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്യുന്നതിനാണ് മ്യൂച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആഴത്തിൽ ഇതെന്തുകൊണ്ട് എ ടൂൾസിന് ബുദ്ധിമുട്ട്? എ ടൂൾസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ലെവൽ കമ്മ്യൂണിക്കേഷനൊക്കെ എ ടൂൾസ് കൂളായിട്ട് ചെയ്യും. പക്ഷേ വളരെ ആഴത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എ ടൂൾസിന് മുഴുവൻ കിട്ടില്ല. കാരണം അതിൻ്റെ പാരാമീറ്റേഴ്സ് വിൽ ബി ഇൻഫിനിറ്റ്, നിയർ ഇൻഫിനിറ്റിയാണ്. 2 പ്രേമിക്കുന്ന 2 പേര് തമ്മിലുള്ള സംഭാഷണങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, വെറുതെ ഒരു നോട്ടം മതി, അതിനൊക്കെ 100,000 അർത്ഥങ്ങളുണ്ടാവും. അതൊന്നും എ ടൂൾസൊന്നും കിട്ടില്ല. അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രേമിച്ചവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, എ ടൂൾസിന് കടന്ന് പ്രവേശിക്കാൻ പറ്റാത്ത ചില ഏരിയകളുണ്ട്. അതിലൊന്നാണ് ഈ മ്യൂച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിഗറേറ്റീവ് തിങ്കിങ് ആണ്. മീനിങ്ങിനെ നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവർക്കറിയാം, ഫിഗർ ഓഫ് സ്പീച്ചിനെ പറ്റിയാണ് പറയുന്നത്. മീനിങ്ങിനെ ഒരു തലത്തിൽ നിന്ന് പല തലങ്ങളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഈസ് എ ക്രേസി തിങ് ഫോർ എ ടൂൾസ്. അത് എളുപ്പമൊന്നുമല്ല. നമ്മൾ ഓർക്കണം, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് എ ജീനിയസ് ഈസ് ഡിഫൈൻഡ് ആസ് വൺ ഹൂ ക്യാൻ യൂസ് മെറ്റഫർ. മെറ്റഫർ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെയാണ് അന്നത്തെ ജീനിയസ് എന്ന് വിളിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അത് ശരിയാണ്, ഇന്നും അത് വാലിഡാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഞാൻ സമയച്ചുരുക്കളോട് പെട്ടെന്ന് പോവുകയാണ്. ഇമാജിനേറ്റീവ് തിങ്കിങ്, അതായത് ഒരു ആശയങ്ങളുടെ ഒരു ലോകം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ വിദ്യാർത്ഥികൾക്ക്, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക്? എങ്കിൽ അവർ ഈ കാലത്തെ അതിജീവിക്കും, AI ഏജിനെ അതിജീവിക്കും. അല്ലെങ്കിൽ അതിൻ്റെ സ്ലേവ്സായിട്ട് അവർ അടിമകളായിട്ട് അടിമത്തത്തിലേക്ക് അവർ പോകും. അപ്പോൾ വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യമാണ് ഇമാജിനേറ്റീവ് തിങ്കിങ്. ഐൻസ്റ്റൈൻ പറഞ്ഞത് ഓർക്കുക, ഇമാജിനേഷൻ ഈസ് എവറിത്തിങ്. ഇമാജിനേഷനാണ് എഡ്യൂക്കേഷൻ്റെ ഗോളായിട്ടാണ് ഐൻസ്റ്റൈൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ മഹാന്മാരായതുകൊണ്ട് ഇതൊക്കെ മുൻകൂട്ടി കാണാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതിലും അതീതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ട്രാൻസ്പേഴ്സണൽ തിങ്കിങ് സ്കിൽസ് എന്ന് ഞാൻ പറയും. അത് റിസപ്ഷൻ ഓഫ് നോളജാണ്, അറിവുകളെ ആവഹിക്കാനായിട്ടുള്ള കഴിവ്. ഞാനത് അവിടെ 3 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻറ്റ്യൂറ്റീവ് തിങ്കിങ്. ഞാൻ ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് ആർക്കമിഡീസാണ്. ആർക്കമിഡീസിൻ്റെ പ്രശ്നം നമുക്കറിയാം. 2 കിരീടമുണ്ട്, ഒന്ന് റിയൽ ആയിട്ടുള്ള കിരീടം, മറ്റേത് അഡൾട്രേറ്റ് ആയിട്ടുള്ള കിരീടം. ഏതാണ് അറിഞ്ഞില്ലെങ്കിൽ തല പോകും എന്നുള്ളതാണ് രാജാവിൻ്റെ കൽപ്പന പോലെയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? ആൾ പുകഞ്ഞ് ചിന്തിക്കുകയാണ്, ഒരു ഉത്തരം കിട്ടുന്നില്ല. അന്ന് ആൾ സാധാരണ കുളിക്കാൻ ഇറങ്ങുന്നത് പോലെ ബാത്ടപ്പിലേക്ക് ഇറങ്ങുന്നു, ബാത്ടപ്പിൽ വെള്ളം പൊങ്ങുന്നു. ഉടനെ ആ ബാത്ടപ്പിൽ ചാടി ആൾ പറയുന്നു, യുറേക്ക, ഐ ഹാവ് ഡിസ്കവേർഡ് ഇറ്റ്. എന്ത് ഡിസ്കവർ ചെയ്തതാണ് പറയുന്നത്? ദ ലോ ഓഫ് ബോയൻസി. അതായത് ഞാൻ വെള്ളത്തിലിറങ്ങിയപ്പോൾ വെള്ളം പൊങ്ങുന്നു. അത് മതിയായിരുന്നു ആൾക്ക്. അറിവുകൾ അവിടെ വരികയായിരുന്നു, വിസിറ്റ് ചെയ്യായിരുന്ന ആളെ. അറിവുകൾ പ്രിപ്പയർഡ് മൈൻഡ്സിനെ വിസിറ്റ് ചെയ്യും. സെറൻഡിപ്പിറ്റി ഒക്കെ ദ പ്രിപ്പയർഡ് മൈൻഡ്സ്. അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ടുള്ള മൈൻഡുകളിലേക്ക് ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ കഴിവിൻ്റെ പേരാണ് ഈ ഇൻറ്റ്യൂറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. രണ്ടാമത് റെവലേറ്ററി തിങ്കിങ് ആണ്. റെവലേറ്ററി തിങ്കിങ് എന്ന് പറഞ്ഞാൽ രാമാനുജനൊക്കെ സംഭവിച്ചതാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ് രാമാനുജൻ. മാത്തമാറ്റിക്കൽ ജീനിയസാണ്. പല ഇക്വേഷൻസും, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അങ്ങനെ മനസ്സിൽ വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് രാമാനുജന് പോലും അറിയില്ല. രാമാനുജൻ പറയുന്നത് ദേവി എൻ്റെ മനസ്സിൽ നിക്ഷേപിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നും തെളിയിക്കാൻ പറ്റാത്തതും എന്നാൽ ഉപയോഗത്തിലുമായ മാത്തമാറ്റിക്കൽ തിയറംസ് ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തിയറി, അതിൻ്റെ പ്രൂഫോ ഒന്നുമില്ലാത്ത സംഗതികൾ ഇന്നും നിലവിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. രാമാനുജൻ്റെ മാത്തമാറ്റിക്സ് പ്രൊഫസേഴ്സോട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ കരുതുന്നു. രാമാനുജൻ്റെ പല തിയറിയിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് താനും. അപ്പോൾ ഇത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു, എങ്ങനെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ ഇല്ല. അത് ദേവി കൊടുത്തു, അങ്ങനെയാണ് പറയുന്നത്. റെവലേറ്ററി തിങ്കിങ്. മിസ്റ്റിക്കൽ തിങ്കിങ്. ഞാൻ രാമകൃഷ്ണ പരമഹംസയെ പറ്റിയാണ് പറയുക. എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് റിയാലിറ്റി. ഇതൊക്കെ സ്പിരിച്വാലിറ്റി എന്നൊന്നും പറയേണ്ട കാലമല്ലാതെ ഇതൊക്കെ ഹയർ കോൺഷ്യസ്നെസ്സിൻ്റെ ചില ഭാഗങ്ങളാണ്. തിങ്കിങ് സ്കിൽസിൻ്റെ തന്നെ പുതിയ അവതാരങ്ങളാണ്. ഇതൊക്കെയാണ് ഹ്യൂമൺ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു ക്ലോക്ക് വൈസ് രീതിയിലുള്ള എഡ്യൂക്കേഷൻ നടത്തുന്നത്. റിമെമ്പർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു, റിമെമ്പർ പോലെ എത്തുന്നില്ല എന്നുള്ള വാസ്തവം. പക്ഷേ അങ്ങനെ ഒരു തരം ഒരു പെഡഗജിയും ഒക്കെ നമ്മൾ വളരെ ഹാപ്പിയാണ്. നമ്മൾ പേപ്പറിൽ നമ്പേഴ്സ് കാണുമ്പോൾ വളരെ ഹാപ്പിയാണ്. എനിക്ക് പേടിയാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ ശുദ്ധ പോഷത്തരമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ അക്രഡിറ്റേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുണ്ടാകുന്ന നമ്പറുകളെ പറ്റിയാണ് ഈ പറയുന്നത്. കാരണം സബ്സിഡിറ്റി അത് അറിവുള്ള ആരും അത് അംഗീകരിക്കുന്ന കാര്യമില്ല. പക്ഷെ നമ്മളെല്ലാവരും മന്ദബുദ്ധികളായിട്ട് അഭിനയിക്കുകയാണ്. നമുക്കൊന്നും അറിയില്ലാത്ത രീതിയിൽ കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പാചകം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇതോടെ ഞാൻ പറഞ്ഞത് നിങ്ങളെ അല്പം വേദനിപ്പിക്കുന്ന ഞാൻ പറഞ്ഞത്,
നമ്മൾ ചെയ്ത് വലിയ കൊട്ടാരങ്ങളാണ് പണിത് വെച്ചിരിക്കുന്നത്, പൂഴിമണലിലാണ് പണിത് വെച്ചിരിക്കുന്നത് മാത്രം. അത് തകർന്നു പോകും, ഒരു കാറ്റ് പോലും അതിജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു റാഷണലായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റിനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നടത്താൻ ഗവൺമെൻറ് അങ്ങനെയല്ലേ പറഞ്ഞത്, ഗവൺമെൻറ് പറഞ്ഞു എന്ന് പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും എന്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളതാണ് വാസ്തവം. ഏജിൽ ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്, ആ ശരിയല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പരിശ്രമം. മൂന്നാമത്തെ തീസിസ്, ഫോർമേഷൻ ഓഫ് AI നേറ്റീവ്സ് മസ്റ്റ് ഫോക്കസ് ഓൺ തിങ്കിങ് സ്കിൽസ് കോംപ്ലിമെൻ്ററി ടു AI ടൂൾസ്. AI ടൂൾസിന് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചാൽ റെഡ് ഓഷൻ സ്ട്രാറ്റജിയാണ്. അവർ യുദ്ധം ചെയ്യും, അവർ നശിച്ചു പോകും, രക്തരൂഷിതമായിരിക്കും അത് അവർ എന്താ പറയുക, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. AI ടൂൾസിനോട് കോമ്പീറ്റ് ചെയ്ത് ആരും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ വി ക്യാൻ ഡെവലപ്പ് കോംപ്ലിമെൻ്ററി തിങ്കിങ് സ്കിൽസ് ആൻഡ് സോ ദാറ്റ് അവർ സ്റ്റുഡൻസ് വിൽ ബി ഹാവിങ് എ സ്റ്റാൻഡ് ഇൻ ദ ഫ്യൂച്ചർ. സോ നൗ നമ്മൾ അസസ്മെൻറ്റിലേക്ക് തന്നെ വരാം. ടൈപ്പ് 1, ടൈപ്പ് 2, ഞാൻ ടൈപ്പ് 3 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, സമ്മേറ്റീവ് ലേണിംഗ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അസസ്മെൻ്റ് ഉണ്ട്, അസസ്മെൻറ്റ് അസ് ലേണിംഗ്. ഒന്നാമത്തത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് അസ് ലേണിംഗ്. പിന്നെ മൂന്നാമതൊരു കാറ്റഗറിയാണ് നമ്മളൊക്കെ മിസ് ചെയ്യുന്നത്. ഈ സ്കേമ ഡെവലപ്മെൻറ്റ് മാത്രം നമ്മുടെ പരീക്ഷയിൽ ഒന്നും വരുന്നില്ല. അവിടെയാണ് പറഞ്ഞത് അസസ്മെൻറ്റ് ബിയോണ്ട് ലേണിംഗ്. ഞാൻ കൂട്ടിച്ചേർക്കുന്നൊരു വാചകമാണ് ബിയോണ്ട് ലേണിംഗ്. അവിടെയാണ് ഈ സ്കേമ, ഈ വ്യക്തി, ഈ സ്റ്റുഡൻറ്റ്, അവൻ്റെ മൈൻഡ് സെറ്റ്, അവൻ്റെ വാല്യൂ സെറ്റ്, അവൻ്റെ സ്കിൽ സെറ്റ്, അവൻ്റെ ലൈഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പരീക്ഷിക്കാറില്ല. പക്ഷേ ഈ പരീക്ഷണങ്ങളും അസസ്മെൻറ്റൊക്കെ നടത്തുന്നത് നോളജിനെ പറ്റി മാത്രമാണ് ചിന്തിക്കാറുള്ളൂ. തിങ്കിങ് സ്കിൽസിനെ പറ്റിയോ പെർസെപ്ഷൻ സ്കിൽസിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അത് മാത്രമേ ആവശ്യമുള്ളൂ. നോളജിന് യാതൊരു വിലയില്ലാത്തൊരു കാലമാണത്. കാരണം ഇൻഫർമേഷൻ ഈസ് സഫീഷ്യൻറ്റ് ആൻഡ് മോർ ഇൻ ദിസ് വേൾഡ്. അല്ലെങ്കിൽ വി ക്യാൻ ജനറേറ്റ് നോളജ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കാര്യം നമുക്ക് വിൽക്കാൻ പറ്റില്ല. വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവസാനം നിങ്ങൾ പോകുന്ന അവസാന നിമിഷത്തിലെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, thesis number 4, assessment of AI natives must include summative, formative, diagnostic and schematic aspects. Schematic എന്ന് പറയുന്നതാണ് ഞാൻ അവസാനം പറഞ്ഞത്. How the schema, the individuality of the student is being formed, how the mindset is formed, how the value set is formed, how the skill sets are formed, head, heart, hands and habit, how it is formed. അത് തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് ആകേണ്ടത്. അത് മാത്രമാണ് അസസ് ചെയ്യപ്പെടേണ്ടത്. അത് അസസ് ചെയ്യാനായിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് സംഗതിയൊന്നും ആവശ്യമില്ല, സൈക്കോമെട്രി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ സൈക്കോമെട്രി മിഷൻ, നാഷണൽ സൈക്കോമെട്രി മിഷൻ എന്നാണ് ഞാൻ പറയുക. ഈ പറയുന്ന എൻട്രൻസ് എക്സാംസും ഇതൊക്കെ നമുക്ക് അതിൽ ചുരുക്കാനായിട്ട് സാധിക്കുന്നതാണ് എൻ്റെ സജഷൻ. ഓക്കെ, ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. ഇതാണ് CO, PO നിങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചോളൂ, ഞാൻ തകർക്കാൻ പോവാണ്. അതായത് CO നമ്മൾ പറയുന്നത് കോഴ്സ് ഔട്ട്കം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുകയാണ്, അവിടെ എവിടെയെങ്കിലും പെർസെപ്ഷൻ സ്കിൽസ്, തിങ്കിങ് സ്കിൽസ്, ആവശ്യമുള്ള പെർസെപ്ഷൻ സ്കിൽസ്, തിങ്കിങ് സ്കിൽസ് ചർച്ചയിൽ വരുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറും നോളജിനെ പറ്റി മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ അസസ്മെൻറ്റ് PSO, നമ്മൾ PSO പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ്, അത് പറയുമ്പോഴും ഇതേ സംഭവമാണ് സംഭവിക്കുന്നത്. നമ്മൾ പെർസെപ്ഷൻ സ്കിൽസോ തിങ്കിങ് സ്കിൽസോ ചർച്ചാ വിഷയമേ അല്ല, അത് മാത്രമാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അത് മാത്രം നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെ നമ്മൾ നോളജിനെ പറ്റിയാണ് പറയുന്നത്. നോളജ്, തലമുറകളുടെ നോളജ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്ന് ഓർക്കുക. ഏജിൽ അതിന് യാതൊരു വിലയില്ലാത്ത സമ്പ്രദായമാണെന്ന് ഓർക്കുക. അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിച്ച കുഞ്ഞിന്, ചത്ത കുഞ്ഞിന് ജാതകം വരയ്ക്കാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ. പിന്നെ PO എന്നുള്ള സംഗതിയുണ്ട്, നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് കരുതുന്നു. പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാമ്പിങ്. നിങ്ങൾ പറയുന്ന ഹാർട്ടിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അത്? അവർ പുറത്ത് ജോലി ചെയ്തിട്ട് അവർ നടക്കുന്ന, അവരുടെ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നടക്കുന്ന, അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ പേരാണ് PO എന്ന് പറയുന്നത്. അതായത് വാട്ട് കൈൻഡ് ഓഫ് സ്റ്റാമ്പിങ് വി കുഡ് ഗിവ് ടു അവർ സ്റ്റുഡൻസ്, സ്പെഷ്യൽ സ്റ്റാമ്പിങ്. പിന്നെ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഞാൻ വീണ്ടും സ്കേമയുടെ സ്ഥലത്ത് വെച്ചിരുന്നത് PO ആണ്. PO എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് പറയുന്നു, പക്ഷേ വി ഹാവ് ടു ഇമാജിൻ. ഓക്കെ, PO എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അത് മൈൻഡ് സെറ്റ്, വാല്യൂ സെറ്റ്, സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ലൈഫ് സെറ്റിൻ്റെ പേരാണ് PO എന്ന് പറയുന്നത്. നമ്മൾ വളരെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി, ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്.
അപ്പോൾ ആ ചർച്ചകളെല്ലാം അവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് അത് പറയുന്നത്. വാസ്തവത്തിൽ സൈക്കോമെട്രി കൊണ്ട് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെയും. നമ്മളവിടെ എൻ്റെ ശ്രദ്ധ പോകുന്നു. താങ്ക് യു. അപ്പോൾ കരിയർ റെഡിനെസ് ആണ് അവിടെ ക്വസ്റ്റ്യൻ. വെദർ ദേ ആർ കരിയർ റെഡി എന്നുള്ള ചോദ്യമാണ്. ലൈഫ് റെഡി, കരിയർ റെഡി എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യങ്ങൾ. നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുണ്ടോ എന്ന് നോക്കുക. സ്റ്റാൻഡേർഡായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എല്ലാ പി ഒകളും അതായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ്റെ പി ഒകളാണ്. അത് വാഷിങ്ടൺ അക്കോർഡ് പ്രകാരം, ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ള വാഷിങ്ടൺ അക്കോർഡ് പ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ പി ഒസ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അത് ഈ 4 കാര്യങ്ങൾ മാത്രമാണ്. എന്തൊക്കെ? മൈൻഡ് സെറ്റ്, വാല്യൂ സെറ്റ്, സ്കിൽ സെറ്റ് ആൻഡ് ലൈഫ് സെറ്റ്. അത്രേ ഉള്ളൂ. 12 കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ആ 12 കാര്യങ്ങൾ ഞങ്ങൾ ഈ 4 കാര്യങ്ങളിലേക്ക് സംഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ഓരോ ഡിസിപ്ലിൻ്റെയും പി ഒകൾ അനലൈസ് ചെയ്ത് നോക്കുക. അതല്ലാതെ നിങ്ങൾ കാണില്ല. പക്ഷേ എങ്ങനെ നിങ്ങൾ പി ഒയും സി ഒയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതൊരു അത്ഭുതകരമായ സംഭവമാണ്. സി ഒയും പി ഒയും 2 ധ്രുവങ്ങളിൽ കിടക്കുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് വെച്ച് അതിനെ കോറിലേറ്റ് ചെയ്യാനോ മാപ്പ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മൾ പച്ച പരമാർത്ഥമാണത്. അത് മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വെൻ CO and PSO are evaluated based on knowledge, you will never be able to connect that with the POs. ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. അതിന് കാരണം വളരെ ക്ലിയറാണ്. ഞാൻ ആദ്യം കാണിച്ച മോഡൽ ഓർക്കുക. പെർസീവിങ് സ്കിൽസ്, തിങ്കിങ് സ്കിൽസ്, ദേ വിൽ ക്രിയേറ്റ് ദ സ്കീമ. അതല്ലാതെ നോളജ് അതിൽ റോളൊന്നുമില്ല. തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, പെർസീവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഒറ്റ ചോദ്യം അവിടെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്കീമയും ഡെവലപ്പ് ചെയ്യും. അതല്ലെങ്കിൽ സ്കീമ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. they will fill their minds, they will not make their minds. Filling the mind is a crime. Because അത് ഞാൻ പറയുന്നതല്ല, NEP 2020 പറയുന്നതാണ്. NEP 2020 വരുത്തിയ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ മൈൻഡിൽ നിന്ന് മേക്കിംഗ് ദ മൈൻഡിലേക്കുള്ള പാരഡൈം ഷിഫ്റ്റാണ്. ഞാൻ പറഞ്ഞതല്ല, അത് അവരുടെ പോളിസി, ഇന്ത്യൻ രാജ്യത്തിൻ്റെ പോളിസിയിൽപ്പെട്ടതാണ്. പക്ഷേ ചർച്ച ചെയ്യുമ്പോഴൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നു, പി ഒ എന്നുള്ളത് വളരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ PO CO കോറിലേഷൻ, PSO PO കോറിലേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ബോഗസ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ഒബ്സർവേഷനിൽ. ഇത് ഞാൻ അവരോട് പറയാൻ പോവുകയാണ് ഞാൻ അവരുടെ മീറ്റ് ചെയ്യുമ്പോൾ. കാരണം അത് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ഭാവി തലമുറയെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. Accreditation of AI native institutions must be based on outcomes of AI native education. AI native education ആയിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത്. അതിനെയാണ് അക്രഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പഴയ കാലത്ത് ഉണ്ടായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അക്രഡിറ്റേഷനാണ്. അത് AI നൂറ്റാണ്ടിൽ സ്വീകാര്യമല്ല എന്ന് ഞാൻ പറയുകയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചകൾ ആവശ്യമുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ സമയച്ചുരുക്കം കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാവുന്നതാണ്. ഇനി വീണ്ടും എത്ര സമയമുണ്ടെന്ന് കൂടി പറഞ്ഞാൽ കൊള്ളാം. കാരണം എനിക്ക് 2 തീസിസും കൂടി എനിക്കുണ്ട്. നിങ്ങൾക്ക് സഹനശക്തി ഉണ്ടോ എങ്കിൽ അതിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ വളരെ ചുരുക്കി പറയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് സ്റ്റുഡൻസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വുക്ക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കും. വോളറ്റിലിറ്റി, അൺസർട്ടനിറ്റി, കോംപ്ലക്സിറ്റി ആൻഡ് ആംബിഗ്വിറ്റി. അതാണ് ഈ ലോകത്തിൻ്റെ AI ഏജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. AI ഏജ് ഇസ് എ വുക്ക ഏജ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് വോളറ്റിലിറ്റി, അതായത് കോൺസ്റ്റൻറ്റ് ചേഞ്ചാണ്. അതിൻ്റെ പേരാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി, ഒന്നിലൊരു നിശ്ചയമില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രെഡിക്റ്റബിൾ, ഫ്യൂച്ചർ ഈസ് നോട്ട് പ്രെഡിക്റ്റബിൾ. അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി, പ്രെഡിക്റ്റബിളൊക്കെയാണ് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് റിയലൈസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരാണ് കോംപ്ലക്സിറ്റി, കോംപ്ലക്സ് ആണത്. അല്ലെങ്കിൽ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ശരിയായത് തെറ്റ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ 4 പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇന്നത്തെ തലമുറ ജീവിക്കുന്നത്. കാരണം ദേ ആർ ലിവിങ് ഇൻ AI ഏജ്. AI ഏജ് നമുക്ക് തരുന്ന 4 കാര്യങ്ങളാണ് വുക്ക എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വുക്കയിസം എന്ന് പറയും, അല്ലെങ്കിൽ വുക്ക ഡ്രിവൺ വേൾഡ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റുഡൻസിന് ഇമ്പാർട്ട് ചെയ്യേണ്ടത് വോളറ്റിലിറ്റിയെ ചലഞ്ച് ചെയ്യാനായിട്ട് വിഷനാണ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യേണ്ടത്. വിഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്ടോണമസ് ലേണിംഗ് അവരെ ട്രെയിൻ ചെയ്യണം. അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഷുഡ് ബി ഓട്ടോണമസ്. സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തടത്തോളം കാലം വിഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് വിഷൻ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. വിഷൻ ഹാസ് ടു ബി ജനറേറ്റഡ് ബൈ ദം. സോ ദേ ഷുഡ് ബി ഡ്രൈവിംഗ് ദ എഡ്യൂക്കേഷൻ പ്രോസസ്സ്. സ്റ്റുഡൻസിൻ്റെ എന്നൊക്കെ പറയും, പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അങ്ങനെയല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് യാതൊരു ഉപകാരം അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ദേ ഹാവ് ടു നാവിഗേറ്റ് ദെയർ ലൈഫ് ത്രൂ ദ വുക്ക വേൾഡ്. ഇഫ് ദേ ഹാവ് ടു നാവിഗേറ്റ്, ദേ ഹാവ് ടു ഹാവ് ദിസ് വിഷൻ. If they have to have this vision, they have to develop their autonomous learning style.
ഇനി രണ്ടാമത്തത് അൺസർട്ടനിറ്റി. അവിടെ നമുക്ക് വേണ്ട അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിന് ഉപയുക്തമായിട്ടുള്ള കാര്യം ലൈഫ് ലോങ് ലേണിംഗ്, കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നമ്മൾ ഇന്ന് ഫിസിക്സ് പഠിപ്പിക്കുന്നു, അടുത്ത അവറിൽ നമ്മൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നു, അങ്ങനെയാണ് നമ്മുടെ സിലബസും ക്ലാസ്സുകളൊക്കെ പോകുന്നത്. ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ സ്റ്റുഡൻസിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സിലേക്ക് ഗൈഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അവരെന്തെങ്കിലും ചിന്തിച്ച് പൂർണ്ണമാക്കണം. ഈ അടുത്ത കാലത്ത് നമ്മുടെ സുക്കംപർ എന്ന് പറഞ്ഞാൽ മെറ്റയുടെ ഹെഡാണ്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആരെയാണ് അപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാമെന്നുള്ള ചോദ്യം മെറ്റയുടെ ചോദിച്ചു. പറഞ്ഞു, ഒരു കാര്യം അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരാളെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു കാര്യം, 100 കാര്യങ്ങളല്ല, ഒരു കാര്യം. ചോറ് വെന്തോന്ന് നോക്കണമെങ്കിൽ നമ്മൾ എല്ലാ വറ്റും ഞെക്കി നോക്കാറില്ലല്ലോ, ഒരു വറ്റ് നോക്കാറുള്ളൂ. ഒരു വറ്റ് വെന്തിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള എല്ലാ വറ്റുകളും വെന്തേണ്ടതെന്ന് നമ്മുടെ അമ്മമാർക്കറിയാം. അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ 100,000 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം പെർസീവ് ചെയ്യാനും ഫോളോ ചെയ്യാനും അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെയുള്ള പ്രോസസ്സല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. കുറേ നോളജ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുത്തി കയറ്റുക, ഫില്ലിങ് ദ മൈൻഡ് വിത്ത് ലോട്ട് ഓഫ് നോളജ് എന്നുള്ള പഴയ പാരഡൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് ഓർക്കുക. കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് അവർക്ക് സാധിക്കില്ല. മൂന്നാമത്തത് കോംപ്ലക്സിറ്റിയെ അത് ചെയ്യാനായിട്ട് ഒഡാസിറ്റി അല്ലെങ്കിൽ കറേജാണ് അവർ ഡെവലപ്പ് ചെയ്യേണ്ടത്. ദേ ഹാവ് ടു ജമ്പ്, ദേ ഹാവ് ടു ബി വെഞ്ചുവർസം. അവർ വെഞ്ചർ ചെയ്യാൻ പഠിക്കണം. ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം നമ്മുടെ സ്റ്റുഡൻസിന്. അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഇനീഷ്യേറ്റീവ് അവരിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ അത് നമുക്ക് കൊടുക്കാത്തോളം കാലം ഇതൊന്നും നടക്കില്ല. കാരണം ദേ ഹാവ് ടു മൂവ്. നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് മെൻറ്റേഴ്സ് എന്നില്ല, ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം, മെൻറ്റേഴ്സ് എന്നില്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും ഇതിനെ സഹകരിക്കാനും ഒക്കെയാണ് നമ്മുടെ ജോലി. നമ്മൾ ലെക്ചേഴ്സാണ് ഇപ്പോൾ. അതിന് യാതൊരു അർത്ഥമില്ല എന്നുള്ള അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണാൻ പോകുന്നു. ലെക്ചേഴ്സിനും പ്രൊഫസേഴ്സൊക്കെ പറയുന്ന ടൈറ്റിൽസൊക്കെ എടുത്തു മാറ്റേണ്ടി വരും. കാരണം ദർ ഇസ് നോ മീനിങ് ഇൻ ദിസ് വേൾഡ്. ആ കാരണം കൊണ്ടാണ് ഞാൻ സീനിയർ പ്രൊഫസർ എന്നാണ് എന്നെ അഡ്രസ് ചെയ്തത്. ഞാൻ തമാശയായിട്ടാണ് കാണുന്നത്. ഐ എം ഓൺലി എ മെൻറ്റർ ഇൻ ദ എഞ്ചിനീയറിംഗ് കോളേജ്. ലെറ്റ് മീ പുട്ട് ഇറ്റ് ഇൻ പ്ലെയിൻ ടെക്സ്റ്റ്. അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത്. പക്ഷേ അവരെ ടൈറ്റിൽ തന്നത് നൈതികമായിട്ടുള്ള ടൈറ്റിലായിരിക്കും, ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അതിന് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമായിരിക്കും, അതായിരിക്കും എൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, അച്ഛന്മാരായ നിലയിൽ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല. എങ്കിലും പൈസ കൂടുതൽ കുറയുന്നുള്ളതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഓക്കെ, ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. ആംബിഗ്വിറ്റി എന്നുള്ള വേൾഡാണ്. അവിടെ ഡിസ്റ്റിങ്വിഷബിലിറ്റിയാണ് കുറയുന്നത്. അപ്പോൾ അഡാപ്റ്റബിൾ ലേണിംഗ്, ഫ്ലെക്സിബിൾ ലേണിംഗ് അവർ പഠിച്ചിരിക്കണം. ഞാൻ പിടിച്ച മൊയിലിന് 10 കൊമ്പുണ്ട് എന്ന് പറയുന്ന തരം അഡമൻസ് ഉണ്ടല്ലോ, അതൊന്നും ഈ കാലത്തൊന്നും ചിലവാവില്ല. അവർ ഫ്ലെക്സിബിൾ, പുതിയ അറിവുകളനുസരിച്ച് അവരെ തന്നെ മാറാനും ചേഞ്ച് ചെയ്യാനും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്, അങ്ങനെ പോകുന്നൊരു ലേണിംഗ് സ്റ്റൈൽ അവർ ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ കട്ടപ്പോയി അവർ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് അവർ ലേണിംഗ് സ്റ്റൈൽസിനെ പറ്റി പറയുന്നത്. ടീച്ചിങ് സ്റ്റൈൽസ്, ഇതാണ് നമ്മളെ ബാധിക്കുന്ന കാര്യം. ഇത് നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൽ നിന്നെടുത്തുള്ള 6 വാക്കുകളാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വാക്കുള്ളൂ, ടീച്ചർ. പക്ഷേ നമ്മുടെ സംസ്കൃതത്തിൽ 6 അല്ല, ഇതിലും കൂടുതൽ വാക്കുകളുണ്ട്. ഞാൻ 6 വാക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അധ്യാപക എന്ന് പറയുന്നത് ടീച്ചർ തന്നെയാണ്. ഉപാധ്യായ ടീച്ചർ തന്നെയാണ്. ആചാര്യ ടീച്ചർ തന്നെയാണ്. പണ്ഡിത, ദൃഷ്ട, ഗുരു എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ നോക്കുക, അധ്യാപക എന്ന് പറഞ്ഞാൽ പ്രൊവൈഡർ ഓഫ് ഇൻഫർമേഷനാണ്. അങ്ങനെ ജോലിക്ക് ഒരു സാധ്യതയില്ല എന്നേ ഇന്നത്തെ കാലത്ത്. ആർക്ക് വേണം ഇൻഫർമേഷൻ? ദേ ഗെറ്റ് മച്ച് ബെറ്റർ ഇൻഫർമേഷൻ ദാൻ ദേ ഗെറ്റ് ഫ്രം ടീച്ചേഴ്സ്, ദേ ഗെറ്റ് ഫ്രം ഇൻ്റർനെറ്റ്. ഈവൻ AI ടൂൾസൊന്നും പോകണ്ട. ഉപാധ്യായ, നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുടെ പേരാണ് ഉപാധ്യായ എന്ന് പറഞ്ഞ്. ആർക്ക് വേണം നോളജ്? AI ടൂൾസ് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഭംഗിയായിട്ടുള്ള ഉത്തരങ്ങൾ തീർച്ചയായിട്ടും AI ടൂൾസിൽ കൊടുക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊന്നും ചിലവാവില്ല. പിന്നെ ആചാര്യ, സ്കിൽ ഡെവലപ്പറാണ്. ദ്രോണാചാര്യ, അമ്പ് കുലയ്ക്കാൻ പഠിപ്പിക്കുന്നു. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എവിടെയാണ് പിള്ളേരിപ്പോൾ ചെയ്യുന്നത്? നമ്മൾ നോക്കിയാണ് പിള്ളേർ പഠിക്കുന്നത്. അവർ യൂട്യൂബ് വീഡിയോ വെച്ചിട്ട് ഇപ്പോൾ നല്ല ഡാൻസ് ഞാൻ കാണുമ്പോൾ ആ പിള്ളേർ അവിടെ പുറകിൽ ഡാൻസ് കളിക്കുന്ന കാണാം. ആ കൊറിയോഗ്രഫിയൊക്കെ അവരെടുക്കുന്നത് ഒരു വീഡിയോ അവിടെ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ അനുസരിച്ച് അവർ ചെയ്യുന്നത്. നമ്മുടെ സപ്പോർട്ടൊന്നും അവർക്ക് ആവശ്യമില്ല. ടീച്ചേഴ്സ് ആർ നോട്ട് വാണ്ടഡ് ദെയർ. നമ്മൾ ഒബ്സലീറ്റായി കഴിഞ്ഞു ആ റോളുകളിലൊക്കെ. ആചാര്യ, അധ്യാപക, ഉപാധ്യായ, ആചാര്യ നമ്മൾ റിട്ടൻഡൻ്റായി കഴിഞ്ഞു. പണ്ഡിത എന്ന് പറഞ്ഞാൽ റിസർച്ചറാണ്. നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്ന കാര്യമാണ് റിസർച്ച്. ഈ റിസർച്ചും ക്യാൻ ബി ഡൺ ബൈ AI ടൂൾസ് എന്നുള്ളതാണ് വാസ്തവം. AI ബേസ്ഡ് റിസർച്ച് നടക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, വലിയ വളരെ ഡീപ്പായിട്ടുള്ള റിസർച്ചുകൾ നടത്താൻ പോകുന്നത്. ഞാൻ നിങ്ങൾ ഓപ്പൺ AIയുടെ ഗ്രോത്ത് ലെവലിലൊരു ലെവൽ നിങ്ങൾ കണ്ടല്ലോ. അത് ഈ കാര്യമാണ് അവിടെ പറയുന്നത്, റിസർച്ച്. അത് AI ടൂൾസ് ചെയ്യുന്നതാണ് പറയുന്നത്. ദൃഷ്ട എന്ന് പറഞ്ഞാൽ സിനാരിയോ, ഫ്യൂച്ചർ പ്രഡിക്ഷൻ കൊടുക്കുന്ന ആളാണ്.
വിഷൻ കൊടുക്കും, ഫ്യൂച്ചറിനെ പറ്റി കാഴ്ചപ്പാടുകൾ കൊടുക്കുന്ന ആളാണ്. അതും തീർന്നു. കാരണം അതൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നറിയാം, നാളെ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് പോകുന്നത് ടൂൾസാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ബിസിനസ്സായിട്ട് ഒരു ഫിൻടെക്കായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി അവസാനിക്കുന്നൊരു കാര്യമുണ്ട്, ഗുരു എന്നുള്ളത്. ഗുരുക്കന്മാരാകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ഏജിൽ. ടീച്ചേഴ്സിന് ഗുരുക്കന്മാരാകാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ മെൻറ്റേഴ്സ് ഓഫ് ഓൺട്രപ്രനോറിയൽ മൈൻഡ് എന്ന് ഞാൻ പറയും. മെൻറ്റേഴ്സ് ഓഫ് മൈൻഡ്, അതിന് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റോളുകളെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഈ കാലഘട്ടത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അധ്യാപകന്മാരായിട്ട്, ഉപാധ്യായന്മാരായിട്ട്, ആചാര്യന്മാരായിട്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ട്, ദൃഷ്ടകളായിട്ടൊന്നും നടന്നുകൊണ്ട് യാതൊരു ഉപകാരം അവർ നമ്മളെ കൊണ്ട് അവർക്ക് ആവശ്യമില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ 6ാമത്തെ തീസിസിലേക്ക് എത്തിക്കഴിഞ്ഞു. ടീച്ചേഴ്സ് ഓഫ് ദ AI നേറ്റീവ്സ് ഷുഡ് ബി ഗുരൂസ് ഓർ മെൻറ്റേഴ്സ് ഓഫ് മൈൻഡ്സ്. ദാറ്റ്സ് നോ ദ വേ. അപ്പോൾ നമ്മുടെ ജോലി ആ മൈൻഡ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, 4 കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. എന്താണ്? മൈൻഡ് സെറ്റ്, വാല്യൂ സെറ്റ്, സ്കിൽ സെറ്റ് ആൻഡ് ലൈഫ് സെറ്റ്. മൈൻഡ്, ഹെഡ്, ഹാർട്ട്, ഹാൻഡ്സ് ആൻഡ് ഹാബിറ്റ്സ്, 4H. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ആ ജോലിയാണെന്ന് നമുക്കുള്ളത്. അതിനെ കോ കരിക്കുലറെന്നോ എക്സ്ട്രാ കരിക്കുലറെന്നോ അല്ലെങ്കിൽ ഇൻട്രാമൂറാലെന്നോ കരിക്കുലറൊന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് അർഹതയില്ല. നമ്മൾ അവരുടെ കൂടെ സഹവസിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. യു ഹാവ് ടു മെൻറ്റർ ദർ മൈൻഡ്, മെൻറ്റർ ദർ മൈൻഡ് സെറ്റ്, മെൻറ്റർ ദർ വാല്യൂ സെറ്റ്, മെൻറ്റർ ദർ സ്കിൽ സെറ്റ്, മെൻറ്റർ ദർ ലൈഫ് സെറ്റ്. ഇങ്ങനൊരു പ്രോസസ്സിന് ഇന്ന് സാധ്യതയുള്ളൂ. അത് ചെയ്യുന്ന ആളുടെ പേരാണ് ഗുരു. ഗുരുക്കന്മാർക്കേ ഇന്ന് ഈ AI യുഗത്തിൽ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ അവസാനത്തൊരു വിഷയം കൂടി നമുക്ക് കാണാം. അത് ലാസ്റ്റ് തീസിസാണ്. ഇതിനെ ഞാൻ ഓൺട്രപ്രനോറിയൽ ആയിട്ടുള്ളൊരു പെഡഗജി, ഈ പെഡഗജിയിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻ്റ് ആകാൻ പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ 2 തീസിസാണ് ഇവിടെ പറയുന്നത്. അവർ ടീച്ചിങ്, പെഡഗജി എന്ന് പറയുന്ന ടീച്ചിങ് സയൻസിൻ്റെ പേരാണ് പെഡഗജി നിങ്ങൾ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെഡഗോജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഡ്രിവൺ ആയിരിക്കണം. സ്റ്റുഡൻസിൻ്റെ ഇൻട്രൻസീവ് മോട്ടിവേഷനെ ഡ്രൈവ് ചെയ്യാത്ത ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കില്ല നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അതിന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് മാർക്കോ ഗ്രേഡോ ബഹുമാനമോ കൊണ്ട് പൊതിഞ്ഞാറൊന്നും അത് നടക്കില്ല. മറിച്ച് അവൻ തന്നെ ഉള്ളിൽ നിന്നും പ്രചോദിതമാകണം, അവൾ തന്നെ ഉള്ളിൽ നിന്ന് പ്രചോദിതയാകണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത്, അങ്ങനെ വരുമ്പോഴാണ് സീറോ സ്ട്രെസ് എഡ്യൂക്കേഷൻ ഉണ്ടാവുക. ഇന്ന് സ്ട്രെസ് എഡ്യൂക്കേഷനാണുള്ളത്, സീറോ സ്ട്രെസ് ആയിരിക്കണം എഡ്യൂക്കേഷൻ. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡ്രിവൺ ബൈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതായിരിക്കില്ല. അത് നമ്മുടെ ജീവൻ്റെ ഭാഗമായിരിക്കും, അത് നമുക്ക് ലോഡായിരിക്കില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്, പാർട്ട് ഓഫ് അവർ മൈൻഡ്, പാർട്ട് ഓഫ് അവർ ഹാർട്ട്, പാർട്ട് ഓഫ് അവർ വാല്യൂസ്, പാർട്ട് ഓഫ് അവർ സ്കിൽസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഭാരപ്പെടുത്തുകയില്ല, സ്ട്രെസ് ജനറേറ്റ് ചെയ്യില്ല. ഇന്ന് പിള്ളേർ ബേൺ ചെയ്യാണ്. ഈ വളരെ ജനിച്ചു വീഴുമ്പോൾ ബേൺ ഔട്ട് ആയിട്ടാണ് ജനിച്ചു വീഴുന്നത്. നമുക്ക് വയസ്സാങ്കാലത്താണ് ബേൺ ഔട്ടൊക്കെ വരേണ്ടത്. പക്ഷേ ജനിച്ചിരുന്ന പിള്ളേർക്ക് ബേൺ ഔട്ട് ഉണ്ടാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്, ക്രൂരതയാണ് അത് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഇൻറ്റൻസീവ് മോട്ടിവേഷൻ കൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കില്ലെങ്കിൽ പഠിപ്പിക്കാതിരിക്കുകയാണ് ഭേദം. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ സഹായിക്കാൻ പോകുന്നില്ല. പിന്നെ ഇറ്റ് ഷുഡ് ഓൾസോ ലീഡ് ടു ഓൺട്രപ്രനോറിയൽ ഔട്ട്കംസ്, ലേണിംഗ് ഔട്ട്കം. നമുക്കറിയാം, നമ്മളൊരു അസൈൻമെൻറ്റ് കൊടുത്തതിൻ്റെ ഒരു കെട്ട് പേപ്പർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ആദ്യകാലം ഞാൻ അവിടെ ചെന്നപ്പോൾ ആ പിള്ളേർ എഴുതുകയാണ്. അവർക്ക് മാർക്ക് എത്രമാത്രം എഴുതുന്നു തൂക്കി നോക്കിയിട്ടാണ് നമുക്ക് മാർക്കിടാൻ പറ്റുള്ളൂ. വായിച്ചു നോക്കി മാർക്കിടാൻ സമയം നമുക്ക് കിട്ടില്ല. അസൈൻമെൻറ്റുകൾ പല വരുമ്പോഴേ നമ്മൾ തൂക്കി മാർക്കിടാണ്. മൈ ഗോഡ്, ഞാനത് നിർത്തി, ആ പരിപാടി നിർത്തി. ഓൺട്രപ്രനോറിയലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ജനറേറ്റ് ചെയ്യാത്ത ഒരു എഡ്യൂക്കേഷനും വാലിഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. യൂസ്ഫുൾ ആയിരിക്കണം. അവർ ചെയ്യുന്ന എന്ത് ടീച്ചേഴ്സോ അധ്യാപകരോ വിദ്യാർത്ഥികളോ സാധാരണ സ്റ്റാഫോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്ന ഒരു യൂസ്ലെസ് കാര്യങ്ങൾ ഉണ്ടാകരുതെന്നർത്ഥം. യൂസ്ഫുൾ ആയിരിക്കണം കാര്യം. സീറോ വേസ്റ്റ് പ്രോസസ്സ് ആയിരിക്കണം എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഷുഡ് ബി സീറോ വേസ്റ്റ് പ്രോസസ്സ്, സീറോ സ്ട്രെസ് പ്രോസസ്സ് എന്നാണ് ആദ്യം പറഞ്ഞത്. ഇൻറ്റൻസീവ് മോട്ടിവേഷൻ കൊണ്ട് ഡ്രൈവ് ചെയ്യപ്പെടുന്ന എഡ്യൂക്കേഷൻ സീറോ സ്ട്രെസ് എഡ്യൂക്കേഷൻ ആയിരിക്കും. അതുപോലെ പിന്നെ പറയുന്നു സീറോ വേസ്റ്റ് എഡ്യൂക്കേഷൻ. എന്തുമാത്രം വേസ്റ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ വേസ്റ്റ് ബോക്സ്, ഞാൻ ഓർക്കാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലൊരു സെമസ്റ്റർ കഴിയുമ്പോൾ ടൺ കണക്കിന് പേപ്പേഴ്സാണ് ഞങ്ങൾ ഏറ്റവും മുകളിലാണ് ഫസ്റ്റ് ഇയേഴ്സ് താഴേക്ക് ഇറക്കാണ്. അത് കൂലി 9 പൈസയ്ക്ക് വിൽക്കുകയാണ്. 10 പൈസ 20 പൈസയ്ക്കൊക്കെ കിലോയ്ക്ക് വിറ്റ് ആ അടിച്ചു തൂക്കുന്നവർക്കുള്ള പൈസയാണത്. അങ്ങനെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ. യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യവും ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പിള്ളേർ ചെയ്യാൻ പാടില്ല. കാരണം ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേഴ്സ് ഓൺട്രപ്രനോറിയൽ ഔട്ട്കം, ഡ്രിവൺ ബൈ ഇൻട്രിൻസിക് ലേണിംഗ് മോട്ടിവേഷൻ, ഡയറക്റ്റഡ് ടു ഓൺട്രപ്രനോറിയൽ ഔട്ട്കംസ്. അതിൻ്റെ പേരാണ് ഓൺട്രപ്രനോറിയൽ പെഡഗജി.
ഈ പെഡഗജിയാണ് എൻ്റെ ലാസ്റ്റ് ബുക്ക്. അത് കൂടി ഞാൻ ആ ലൈൻ അങ്ങനെ കാണിക്കുകയാണ്. ഈ ഇൻറ്റൻസീവ് മോട്ടിവേഷനെ പറ്റി ഒരു ചുരുക്ക രൂപത്തിൽ 5 ഇൻറ്റൻസീവ് മോട്ടിവേഷൻ വളരെ റിസർച്ച് ചെയ്ത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ഇൻറ്റൻസീവ് മോട്ടിവേഷനെ പറ്റിയും പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ സമ്മറൈസ് ചെയ്തിട്ടുള്ള 5 കാര്യങ്ങളാണ്. ജോയ് ഓഫ് നോളജ് ക്രിയേഷൻ. ഒരു വിദ്യാർത്ഥി ഒരു പുതിയ നോളജ് ഉണ്ടാക്കി എന്നുള്ളത് ഇറ്റ് വിൽ ബി ആബ്സല്യൂട്ട് ജോയ് ഫോർ ഹിം. അത് ഒത്തിരി ഈഗോ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് തരുന്നൊരു കാര്യമാണ്. രണ്ടാമത് ജോയ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഞാൻ പഠിക്കുന്നതുകൊണ്ട് ഞാൻ വളരുന്നു എന്നുള്ള ചിന്ത ഒരു വിദ്യാർത്ഥി ഉണ്ടാവുകയാണ്. ഞാൻ പഠിക്കുന്നതനുസരിച്ച് എൻ്റെ മൈൻഡ് സെറ്റും വാല്യൂ സെറ്റും സ്കിൽ സെറ്റൊക്കെ വളരുന്നു എന്ന ചിന്തയുണ്ടായാൽ മതി. അത് മതി. ഇല്ല എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ പ്രശ്നം. ജോയ് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. അത് അവനെ ഭംഗിയായിട്ട് സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് അവന് സാധിച്ചു. അവൻ്റെ ആശയങ്ങൾ, ലാംഗ്വേജൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആർട്ട് ലാംഗ്വേജൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര ഇൻട്രൻസീവ് മോട്ടിവേഷനാണ് അതൊക്കെ. പിന്നെ പ്ലേഫുൾ സിനർജി. മറ്റൊരാളോട് കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് എനിക്ക് പുതിയ ആശയങ്ങൾ, നവീനമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചോ, അതിൻ്റെ പേരാണ് പ്ലേഫുൾ സിനർജി എന്ന് പറയുന്നത്. അതിന് സാധിക്കുമെങ്കിൽ ദാറ്റ് ഇസ് ഇൻട്രൻസിക് ലേണിംഗ് മോട്ടിവേഷൻ. അല്ലെങ്കിൽ എൻ്റെ അധ്വാനം കൊണ്ട് ഈ ലോകത്തിന് സെൽഫ്ലെസ് ആയിട്ട് സർവീസ് കൊടുക്കാൻ സാധിച്ചു. NCCയുടെ NSS അല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന പോലെ ചാരിറ്റി അല്ല അവിടെ നടക്കുന്നത്. അത് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നാട്ടുകാർക്ക് കൂടി ഉപകാരമാകുന്നു. അതിൻ്റെ പേരാണ് ഈ എന്താ പറയുക, ജോയ് ഓഫ് സെൽഫ്ലെസ്. അപ്പോൾ ഞാനൊരു ഉപകാരമുള്ള ജീവിയാണ് എന്ന് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ എനിക്ക് റോളുണ്ട് ഈ ലോകത്തിൽ, ഞാൻ അനാഥനല്ല, എനിക്ക് റോളുണ്ട് എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ടാകും. ഇതൊക്കെ ഡീപ്പായിട്ടുള്ള ഇൻട്രൻസിക് ലേണിംഗ് മോട്ടിവേഷൻസാണ്. ഇത് നമ്മൾ കോപ്പിറൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. 3 വർഷമായിട്ട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഈ പെഡഗജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ കരിക്കുലം ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. റോബിൻ സാർ, ഫിസിക്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എഞ്ചിനീയേഴ്സിനെ ഫിസിക്സ് പഠിപ്പിക്കുന്നു. പണ്ട് നിങ്ങളെ പഠിപ്പിച്ചതിനേക്കാളും വ്യത്യാസപ്പെട്ട എഞ്ചിനീയറിംഗ് ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന പേര് ഓൺട്രപ്രനോറിയൽ ഫിസിക്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ അവർ പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കൂട്ടിച്ചേർത്തുകൊണ്ട് 80 സീഡ് ഐഡിയാസ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം 75 പിള്ളേരൊക്കെ ഉണ്ടാവും ആവറേജ്. ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള സീഡ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ തിയറം, ഫിസിക്സിലെ ഒരു തിയറം ആയിരിക്കും ഈ സീഡ് ഐഡിയ എന്ന് പറയുന്നത്. അത് അവർക്ക് കൊടുക്കുന്നു. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പ് ഓൺട്രപ്രനോറിയൽ എലാബറേഷനാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, സ്റ്റുഡൻസ് ചെയ്യിപ്പിക്കുന്നത്. അവർ ChatGPTയോ അല്ലെങ്കിൽ AI ടൂൾസ് ഉപയോഗിക്കാണ്ട് അവരെ പഠിപ്പിക്കുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മാത്രമാണ്. എങ്ങനെയാണ് AI ടൂൾസ് കൊണ്ട് കൃത്യമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള അറിവുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നവരെ കൊളാബറേറ്റ് ചെയ്യാനാണ് അവരെ പഠിപ്പിക്കുന്നത്. എന്നെ ചീറ്റ് ചെയ്യുന്നത് എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. പിള്ളേരെ എങ്ങനെയാണ് നിങ്ങൾ AI ടൂൾസ് ഉപയോഗിക്കേണ്ടത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവർ എന്നെ AI നേറ്റീവായിട്ട്, എന്നെ AI ഇമിഗ്രൻ്റായിട്ടൊന്നും അവർ കൺസിഡർ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് മനസ്സിലാവും ഈ ആളുടെ അടുത്തത് കാര്യങ്ങളൊന്നും പർട്ടിക്കുലർ പ്രസാദമൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഹീ ഈസ് ടീച്ചിങ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ദ ഫസ്റ്റ് ക്ലാസ്. അതോടെ അവരുടെ എല്ലാ ആയുധങ്ങളും അവർ താഴെ വെച്ച് കീഴടങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത് ഹിസ്റ്റോറിക്കൽ എലാബറേഷൻ. ആ സീഡ് ഐഡിയ, ആ കൊടുത്ത ഫിസിക്സ് തിയറം ചരിത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാക്കി, അതെന്തെല്ലാം ഡിസിപ്ലിൻസിനെ അതിന്ന് ബാധിക്കുന്നു. ഇൻ്റർ ഡിസിപ്ലിനറി തിങ്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തിങ്കിങ് സ്കിൽസ് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ല, സ്റ്റുഡൻസ് സ്വയമായിട്ട് ചെയ്യുന്നു. അത് പോർട്ട്ഫോളിയോയിൽ രേഖപ്പെടുത്തുന്നവർ. അങ്ങനെയാണ് എഡ്യൂക്കേഷൻ മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തത്, എൻ്റെ ഫിസിക്സ് ലാബുണ്ട്. ഇത് ഇവിടെ കാണുന്നതിനേക്കാളും സിമ്പിൾ ലാബാണ് എൻ്റെ. 8 എക്സ്പെരിമെൻറ്റ്സ് ഉള്ളൂ ആ ലാബിൽ. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന സീഡ് ഐഡിയ ആ ലാബിൽ അവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് ഞങ്ങൾ കോറിലേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. സീഡ് ഐഡിയയും ലാബ് എക്സ്പീരിയൻസ് തമ്മിൽ പെർഫെക്റ്റ് കോറിലേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും 80 സ്റ്റുഡൻസിൻ്റെ 80 സീഡ് ഐഡിയ ഉണ്ടെങ്കിൽ 80 സീഡ് ഐഡിയയും ചെയ്യാവുന്ന 8 എക്സ്പെരിമെൻറ്റ്സാണ് അവിടെയുള്ളതെന്ന് അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആരാണോ ഈ തിയറി കണ്ടുപിടിച്ചത് ആളുടെ ഒറിജിനൽ എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ലാബ് എക്സ്പെരിമെൻറ്റ്സ്, ഫിസിക്സ് ലാബ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അവർക്ക് ആഴത്തിലുള്ള ഇമ്മേഴ്സീവ് അണ്ടർസ്റ്റാൻഡിങ് ഇതിനെപ്പറ്റി, ആ ഫിസിക്കൽ ലോയെ പറ്റി അവർക്ക് ഉണ്ടാവുകയാണ്. നാലാമത്തത്, ഇത് നമ്മൾ അവരോട് പറയുകയാണ് യു ഹാവ് ടു സിമുലേറ്റ്. അവർക്ക് പറയും ഞങ്ങൾക്ക് പൈത്തൺ അറിയില്ല, ഒരു ജാവ അറിയില്ല, ഒരു ലാംഗ്വേജ് അവർക്കറിയില്ല, ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ. ഇതൊക്കെ അവർ പഠിക്കുന്നത് 4ാം വർഷത്തിൻ്റെ അവസാന സമയത്താണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗിൽ. അപ്പോൾ ഞാൻ പറയും ആവശ്യമില്ല, അതൊക്കെ ChatGPT ചെയ്തോളും. ഞാൻ വേറെ വാക്കിൽ പറയുന്നത് ഇതാണ്, ഇന്ന് കോഡ് മേക്കിംഗ് എന്നുള്ളതാണ് എഞ്ചിനീയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇതൊന്നും അവരുടെ ജോലിയല്ല, ChatGPT പോലും ചെയ്യുന്ന ജോലിയാണ്. നിങ്ങൾ വെറുതെ സമയം പാഴാക്കുണ്ടാകുന്ന ആദ്യത്തെ വർഷം തന്നെ, ആദ്യത്തെ സെമസ്റ്റർ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് റോളുണ്ട്. They have to imagine the correlation between the experiment they do, the measurement they make in the lab and the seed idea.
That is something which just need your imagination. So we are developing imagination of students. You understand what I mean? So then they give that to the ChatGPT, they develop the code. വളരെ കൂളായുള്ള കോഡ് ജാവ അവിടെ ആദ്യമായിട്ടായിരിക്കും ഈ ജാവ കോഡ് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ടെസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവും. അതോടുകൂടി അവരുടെ അടുത്ത സാധ്യത അവർക്ക് മനസ്സിലാക്കുകയാണ്, ഈ ജോലിയൊന്നും നമ്മുടേതല്ല, ഇതൊക്കെ AI ടൂൾസിൻ്റെ ജോലിയാണ്. കോഡ് ജനറേഷൻ ഇസ് നോട്ട് എ ഹ്യൂമൻ ജോബ്, ഇറ്റ് ഈസ് എ ജോബ് റിസർവ്ഡ് ഫോർ AI ടൂൾസ് എന്നുള്ളത് ആദ്യത്തെ സെമസ്റ്റർ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ അവരുടെ വഴികൾ അവർ നോക്കി മുന്നോട്ട് പോയിക്കോളും. പിന്നെയാണ് ഹോളിസ്റ്റിക് പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു, പോളിക്രോമാറ്റിക് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നു. ഞാൻ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം. എനിക്ക് അവിടെ പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആ ലൈനിലാണ് പോകുന്നത്. പിന്നെ ഹാച്ചിങ് ദ ഓണ്ടർപ്രണർ, അവിടെയാണ് ഞാൻ പറയുന്നത് അവരുടെ ഈ സീഡ് ഐഡിയ ഹാച്ച് ചെയ്യുന്നു. സീഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓണ്ടർപ്രണർ എഗ്ഗ് എന്ന് ഞാൻ പറയാറുണ്ട്. എഗ്ഗാണ് ഹാച്ച് ചെയ്യണം. 21 ദിവസം ഞാൻ കൊടുക്കുക. അത് കോഴി പൊരുതിയിരുന്ന് ഒരു മുട്ട വിരിയിക്കുന്ന ദൈർഘ്യത്തിൻ്റെ പേരാണ് 21 ദിവസം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സിംബോളിക്കായിട്ടുള്ള ദിവസങ്ങൾ 21 ദിവസത്തിന് 3 ആഴ്ചയാണ് ഈ പറയുന്നത്. ഐ ഗിവ് യു 3 വീക്സ്. ഒരു നല്ല കോഴിയാണെങ്കിൽ ഈ 21 ദിവസം അടയിരുന്നാൽ ആ മുട്ട വിരിയും. അപ്പോൾ നിങ്ങൾ ഈ സീഡ് എന്നും പറയും, അല്ലെങ്കിൽ ഐഡിയ എഗ്ഗ് എന്നും പറയും. ഈ ഐഡിയ എഗ്ഗിൻ്റെ മുകളിൽ നിങ്ങൾ അടയിരിക്കണം ആണ് കണ്ടിന്യൂസ് ലേണിംഗ്, ലൈഫ് ലോങ് ലേണിംഗ്. 3 ആഴ്ചയെങ്കിലും അവർ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണം. അടയിരിക്കുന്ന കോഴിക്ക് വേറെ ചിന്തയൊന്നുമില്ല, ഭക്ഷണം ഉറക്കമൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നത്. അത് പലപ്പോഴും ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്, എനിക്ക് പോകാറുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇടയ്ക്കൊക്കെ എനിക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരും. കാരണം കോഴിക്കറിയാം ചൂട് കുറഞ്ഞു പോയാൽ പിന്നെ വീണ്ടും അധ്വാനാണ്, വീണ്ടും ചൂടുണ്ടാക്കണമല്ലോ, ഇൻക്യുബേഷനുള്ള നടക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ബ്രൂഡിങ് ഓവറാണ് അവർ ചെയ്യുന്നതെന്ന് ഓർക്കുക സ്റ്റുഡൻസ്. അപ്പോൾ അതുകൊണ്ട് അവർ ദേ ഹാവ് ടു കോൺട്രിബ്യൂട്ട്. നോളജ് ക്രിയേഷനാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഞാൻ കൊടുക്കുന്ന സീഡ് ഐഡിയ എനിക്ക് തിരിച്ചടിച്ചാൽ അവർക്ക് വട്ടപൂജയാണ് ഞാൻ കൊടുക്കുക. നമ്മളെത്ര 100 മാർക്കാണ് കൊടുക്കുക നോളജ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ. ടീച്ചറെ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ റിട്രീവ് ചെയ്ത് തരുന്ന സ്റ്റുഡൻസിന് നിങ്ങൾ കൊടുക്കുന്ന 100 മാർക്കല്ലേ, ഞാൻ 0 കൊടുക്കുക. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അറിയാം. ഞാൻ അവരോട് പറയും, വൈ ഷുഡ് യു ഗിവ് മീ ബാക്ക് ദ സീഡ് ഐഡിയ? ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, ഇറ്റ് ഈസ് ദ ഹു വാണ്ട്സ് ഇറ്റ്. ഡോണ്ട് ഡു എനിത്തിങ് അൺവാണ്ടഡ്, യുനോ. അവർ ജനറേറ്റ് ചെയ്യണം. അത് എഗ്ഗാണെങ്കിൽ അത് ഹാച്ച് ചെയ്യണം. സീഡാണെങ്കിൽ അത് സ്പ്രൗട്ട് ചെയ്യണം, ജെർമിനേറ്റ് ചെയ്യണം. അത് ഓണ്ടർപ്രണറി ഇൻസൈറ്റ് എന്നാണ് പറയുന്നത്. അവർ കൂട്ടിച്ചേർക്കണമെന്നേ. ഈ തലമുറകളായിട്ടുണ്ടാക്കിയ വിജ്ഞാനത്തോട് അവരുടെ വിജ്ഞാനത്തെ അവർ ചേർത്ത് വയ്ക്കുക ചെയ്യുന്നത്. അവർക്കുണ്ടാകുന്ന ആത്മബോധം നിങ്ങൾ മനസ്സിലാക്കുക. ഈ തലമുറകളുടെ ഐസക് ന്യൂട്ടൺ പോലുള്ള ചരിത്ര ശൃംഖലയിലാണ് അവർ അണിചേരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ അവർക്കുണ്ടാകുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും ബോഗസ് സംഗതികളാണ്. അതൊന്നും എഡ്യൂക്കേഷൻ വിളിക്കാനായിട്ട് യോഗ്യതയില്ല ഏജിൽ. പണ്ട് കാലത്തായിരുന്നെങ്കിൽ അതിന് വിലയുണ്ടായിരുന്നു, ഇന്ന് വിലയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇൻറ്റൻസീവ് മോട്ടിവേഷനാണ് വർക്ക് ചെയ്തത്. ദേ ക്രിയേറ്റ് ന്യൂ നോളജ്. രണ്ടാമത് ഐ ആസ്ക് ദം, യു ഹാവ് എൻ ഓണ്ടർപ്രണർ ഇൻസൈഡ് റൈറ്റ് നൗ, വൈ ഡോണ്ട് യു ഡെവലപ്പ് യുവർ സ്കിൽ, ചേഞ്ച് യുവർ സ്കിൽ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്സ് ഓഫ് ദിസ് insight. You develop that insight. Now you change yourself. Ability to change oneself according to the demands, that is the modern value. അതാണ് ഫ്ലെക്സിബിൾ ലേണിംഗ് എന്നൊക്കെ അവിടെ പറഞ്ഞത്. You have to change your skill set. So you add a new skill to the skill set എന്ന് ഞാൻ പറയുന്നത്. So it will be defining the student as a new student, new version of himself or new version of herself. ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്വയം ഡെവലപ്പ് ചെയ്യണം. രണ്ടാമത്തെ ഇൻട്രൻസീവ് മോട്ടിവേഷൻ അവിടെ പറയുന്നത് ജോയ് ഓഫ് സെൽഫ് actualization. They develop their skill set. മൂന്നാമത്തത് അവിടെ പോകണം, ബ്ലൂ കുളത്തിലേക്ക് പോവാണ്, സിനർജി. അത് കഴിയുമ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പുകളിലാണ് എഡ്യൂക്കേഷൻ നടത്തുന്നത്. പക്ഷേ ഈ നിമിഷം തൊട്ട് അവർ സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പുകളിൽ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യും. അവർ തല പോഞ്ഞ് ഒരുമിച്ച്. അപ്പോൾ ഇത്രയും നടന്നതോടുകൂടി ഞാൻ അവരോട് പറയുക, യു ആർ ഓണ്ടർപ്രണറിയൽ മൈൻഡ്സ്, യു ക്യാൻ ഹാൻഡിൽ സിറ്റുവേഷൻസ്, മാനേജ് ചെയ്യാനും കഴിവുണ്ടായി. അപ്പം അങ്ങനെയുള്ള 4 പേരുടെ ഗ്രൂപ്പിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പ്. ആ സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പിലാണ് അവർ ഇരിക്കുന്നത്, ആണും പെണ്ണൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ചിലരൊക്കെ പറയും ഇതൊക്കെ പ്രശ്നമുള്ളത്. ഇല്ല, ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം വെൻ ദേ ആർ ഹാവിങ് എ ഗോൾ ഇൻ എഡ്യൂക്കേഷൻ, നത്തിങ് വിൽ ഹാപ്പൻ. മനസ്സിലായി? നമുക്കിങ്ങനെ ഇമ്മോറൽ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ എന്നെ പേടിപ്പിക്കുകയായിരുന്നു ടീച്ചേഴ്സ്. പക്ഷേ ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്സ് ഓൾ നത്തിങ്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് എന്താ, ക്യാമ്പസിൽ തന്നെയുള്ള ഒരു പ്രോബ്ലം പറയും, നിങ്ങളൊരു പ്രോബ്ലം നിങ്ങൾ ചൂസ് ചെയ്യുക, ഒരു പ്രോബ്ലം, യു ആർ ഓണ്ടർപ്രണറിയൽ മൈൻഡ്സ്, നൗ യു ഫൈൻഡ് എ സൊല്യൂഷൻ, that will become a startup idea എന്നാണ് ഞാനവരോട് പറയുക. അപ്പോൾ അവരൊരുമിച്ച് ചിന്തിക്കുന്നു, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ അവർ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുന്നത്
സിനർജി എന്ന് പറയുന്നത്. അവിടെ മനസ്സുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് ദേ ഡെവലപ്പ് എ ന്യൂ ഐഡിയ. ദെൻ അടുത്തത് സിംപ്ലിഫിക്കേഷൻ ഓഫ് സ്റ്റാർട്ടപ്പ് ഐഡിയ വയ ഗെയിമിഫിക്കേഷൻ. ഞാനവരോട് പറയും, ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾ ഗെയിമിഫൈ ചെയ്യുക എന്ന് പറയും. മേക്ക് ഇറ്റ് എ ഗെയിം വിച്ച് യു ക്യാൻ പ്ലേ. ഐ ഓൾസോ ആസ്ക് ദം ടു മേക്ക് എ ജൂനിയർ വേർഷൻ. ചിൽഡ്രൻ ക്യാൻ പ്ലേ. ലോകത്തെ പിള്ളേർ കളിക്കട്ടെ, അവരുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നറിയാം. ആ പ്രോസസ്സിൽ അവർ ഗെയിമിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ ഹിഡൻ പർപ്പസ്. ഗെയിമിഫൈ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം സിംപ്ലിഫൈഡ് ആയിരിക്കും. സിംപ്ലിഫൈഡ് ആയിട്ടതെല്ലാം സസ്റ്റൈനബിൾ ആയിരിക്കും. അപ്പോൾ സസ്റ്റൈനബിൾ ഓൺട്രപ്രനോറിയൽ ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് നമുക്കറിയാം, അവിടെ പ്ലേഫുൾ സിനർജി എന്നുള്ള ഇൻറ്റൻസീവ് മോട്ടിവേഷൻ അവിടെ ഉണ്ടാകുകയാണ്. പ്ലേഫുൾ സിനർജി ഉണ്ടാകുന്നു, പ്ലേഫുൾ സിനർജി ഉണ്ടാകുന്നു. ഫൈനലി ഈ പരീക്ഷ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതും കൂടി പറഞ്ഞാൽ അത് ഇതാണ്. ദേ ഹാവ് ടു പിച്ച് ദെയർ സ്റ്റാർട്ടപ്പ് ഐഡിയ ഇൻ എ ഷാർക്ക് ടാങ്ക്. ഇത് തമാശയായിട്ട് പറയുന്നതല്ല. ഇൻഫോ പാർക്ക് ഞങ്ങളുടെ അടുത്ത് കിടക്കുന്നതാണ്. ഇൻഫോ പാർക്കിലെ സിഇഒകളെ ഞാനോട് കൊണ്ടുവരികയാണ്. അവർ ഈ സ്റ്റുഡൻസിൻ്റെ സ്റ്റാർട്ടപ്പ് ഐഡിയ കേട്ടിട്ട് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഷാർക്ക് ടാങ്ക് എന്ന് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഷാർക്ക് ടാങ്ക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ്, ഈ ഓൺട്രപ്രണേഴ്സ് ഐഡിയ പിച്ച് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ഇതിൻ്റെ പേരാണ്. ഒരു TV പ്രോഗ്രാമാണ് ബേസിക്കലി. അപ്പോൾ ഇത് റിയലായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവരുടെ ടീം, സ്റ്റാർട്ടപ്പ് ടീം അവരുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ പിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് എ ഷാർക്ക് ടാങ്ക്. അപ്പോൾ ഷാർക്ക് ടാങ്ക് നോഷണൽ മണിയാണ്. അവർ പ്രോമിസ് ചെയ്യും, ഇത്ര ലക്ഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ പൈസയാണ് മാർക്കായിട്ട് മാറുന്നത്. ആ പൈസയാണ് അവരുടെ മാർക്ക്. അപ്പോൾ എക്സ്റ്റേണൽ വാല്യുവേഷനാണ് പറയുന്നത്. പുറത്തുള്ള സിഇഒകൾ അവർ വന്ന് അവരുടെ സ്റ്റാർട്ടപ്പ് ഐഡിയയ്ക്ക് എത്രമാത്രം പക്വതയുണ്ട്, വളർച്ചയുണ്ട്, സാധ്യതയുണ്ട് എന്നനുസരിച്ച് അവരുടെ പോക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ആ പൈസയാണ് മാർക്കായിട്ട് മാറുന്നത്. മണി ഈസ് മാർക്ക്. അല്ലാതെ ഞാൻ കൊടുക്കുന്ന സീഡി കുരങ്ങൻ്റെ കയ്യിൽ അങ്ങോട്ട് തൊപ്പി എറിഞ്ഞു, ആ തൊപ്പി ഇങ്ങോട്ട് എറിഞ്ഞു, അതിന് ഞാൻ പിടിച്ചിട്ട് മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സിസ്റ്റം. ആബ്സല്യൂട്ട്ലി ബോഗസ് സിസ്റ്റം. അതിൻ്റെ പേര് നമ്മൾ വേറെ എന്തെങ്കിലും പേരാണ് AI നേറ്റീവായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ പേരല്ല അത്. യു ഹാവ് ടു ബി സീരിയസ്ലി കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ആ രീതിയിലുള്ള പ്രോസസ്സുകൾക്ക് ഒരു വിലയുമില്ല, സാധ്യതയുമില്ല ഇന്നത്തെ ലോകത്തുനിന്ന് മനസ്സിലാക്കുക. ഓൺട്രപ്രണറിയൽ അസസ്മെൻറ്റ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത് നടക്കുക. നമ്മൾ സൈക്കോമെട്രി വെച്ചാണ് അതിൻ്റെ ചില പടങ്ങൾ. ലാസ്റ്റ് ഐഡിയ, pedagogy of natives should be defined as an entrepreneurial pedagogy. അപ്പോൾ വർക്കുകൾ കുറേ നടന്നിട്ടുണ്ട്. റിസർച്ച് ബേസ്ഡാണ് ഇതൊക്കെ. ഞാനൊരു വാക്കുപോലും അനാവശ്യമായിട്ടോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പുസ്തകങ്ങളുണ്ട്, 10 പബ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ തീസിസ് ഒന്നും കൂടി ആവർത്തിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലേറ്റസ്റ്റ് പയനിയർ AI നേറ്റീവ് എഡ്യൂക്കേഷൻ. AI നേറ്റീവ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കില്ലെങ്കിൽ നമ്മൾ വികസിത ഭാരതം എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വളരെ എഡ്യൂക്കേഷനിലാണ് അതൊക്കെ ഫൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുക. ഓൺട്രപ്രണറിയൽ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് നമ്മുടെ സ്റ്റുഡൻസിനുണ്ടാകണം. അവർ നേഷൻ ഷുഡ് ബിക്കം ഓൺട്രപ്രണറിയൽ. അങ്ങനെയാണ് ഇത് വികസിത ഭാരതമാവുകയുള്ളൂ. എഡ്യൂക്കേഷനിൽ സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും സ്ട്രാറ്റജി ചേഞ്ചും പാരഡൈം ഷിഫ്റ്റുകളും നടന്നില്ലെങ്കിൽ, ഇന്ന് നടക്കുന്ന രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാനൊരു ആവലാതിപ്പെട്ട് ഞാൻ അവരോടൊക്കെ പറയാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ.